തുടക്കം തന്നെ നമ്മുടെ വാങ് പാങ്ങിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ഷോയി ഫെങ്. അങ്ങനെ കോളേജിന്റെ ആദ്യത്തെ ദിവസം തന്നെ സ്കൂളിൽ പഠിച്ചപ്പോ വൺ സൈഡ് ആയിട്ട് പ്രേമിച്ച് നടന്ന പയ്യനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവളും ധൈര്യമായിട്ട് സ്റ്റേജിലേക്ക് പോകും. പക്ഷെ അതേസമയം ആ പ്രൊപ്പോസൽ മൊത്തത്തിൽ കുളവായി. അവസാനം അവളും പതിയെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കും. എനിക്കൊന്നും പറ്റില്ല, പാവ എങ്കെ അവൻ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചോണ്ടാ ഇത്രയൊക്കെ സംഭവിച്ചു പോയ, അല്ലാതെ ഞാനിപ്പോ എന്തോ ഇത് ബെസ്റ്റ്. അവള് പറഞ്ഞങ്ങ് വിശ്വസിച്ചല്ലേ. അവൾ എന്തോ കാണിച്ചെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പോഴാണ് സത്യത്തിൽ ഇവള് പ്രൊപ്പോസ് ചെയ്യാൻ പോയപ്പോ എന്തോ സംഭവിച്ചെന്ന് കാണിക്കുന്നത്. അങ്ങനെ ഇവളും കൂളായിട്ട് അവളുടെ സ്കൂളിൽ പഠിച്ച ക്രഷ് എൻകെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അവനായിരിക്കും സ്റ്റേജിൽ പിയാനോ ഒക്കെ വായിച്ച് എല്ലാവരും ഇംപ്രസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവൾ നൈസിന് സ്റ്റേജിൽ കയറി നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവിടുത്തെ സാറിനൊന്നും മനസ്സിലാവാതെ നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറുന്നതെന്ന് പറഞ്ഞ് സാറ് മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങും. സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മൾ കണ്ടത് എൻകെയുടെ ഒരു അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ്. പിന്നെ എന്റെ അടുത്ത് ഒരു പെങ്കൊച്ചിപ്പുണ്ട്, ഇവളൊരു സ്പീച്ച് തരും. എന്തായാലും നീ ഇവിടം വരെ വന്നേല്ലേ, വല്ലതും പറഞ്ഞിട്ട് പോകും എന്നിനെ സാറും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവള് മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കറിയാൻ തോന്നുന്നു ഞാനാണ് നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്യപ്പെട്ട ലീഡർ. പിന്നെ നമ്മളെല്ലാരും ഫ്രഷേഴ്സ് ആയതുകൊണ്ട് വലിയ പരിചയമൊന്നും കാണത്തില്ല. പക്ഷെ എന്നാലും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതെന്താന്ന് പറയുന്നതിന് മുമ്പ് ഈ മുകളിലത്തെ സാധനം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം വീഡിയോ ദൈവമേ. കുഴപ്പമില്ല, നിങ്ങളൊന്നും പേടിക്കണ്ട. ഞാൻ പറയാൻ വരുന്നത് എന്തോന്ന് വെച്ചാ അവളും എനിക്ക് പ്രൊപ്പോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ശല്യമായിട്ട് ആ ബാനറും തറയിലേക്ക് വീഴാൻ നോക്കും. അതോടെ അവളും അവളുടെ ചെരുപ്പെടുത്ത് ഒറ്റ എറിയുമ്പോഴാണ് അത് അവിടെ മുകളിൽ ഫയർ അലാറം ചെന്ന് കുടുങ്ങിയിരിക്കും. അതോടെ വെള്ളം മൊത്തത്തിൽ ലീക്കായി പിള്ളേരെല്ലാം പേടിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് സാറും നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവളെ വന്ന് അറ്റാക്ക് ചെയ്യും. അതേസമയം ഇവൾ എറിഞ്ഞ ചെരുപ്പും ബാനറും കൂടെ വീഴുന്നത് അവളുടെ ക്രഷായ എൻകെയുടെ തലയിലായിരിക്കും. അങ്ങനെ ഇതായിരുന്നു പ്രൊപ്പോസിന് പകരം അകത്ത് അവിടെ സംഭവിച്ച. ഇത്രയും വലിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കൂളായിട്ടൊരു സ്പീച്ച് കൊടുക്കാൻ വന്നല്ലേ. ആ ചെരുപ്പ് അവന്റെ തലയിൽ തന്നെ വന്ന് വീഴുന്ന് ആര് വിചാരിച്ച്? ചുമ്മാ ഇങ്ങനെ തള്ളാതെ. ഞാൻ ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു പാവം പെങ്കുച്ച്, എന്നെ കൊണ്ട് അത്ര ശക്തമായിട്ടൊക്കെ ആ ചെരുപ്പെടുത്തെറിയാൻ പറ്റുമോ എന്നിന് അവളും പച്ചക്കള്ള നമ്മളോട് പറയും. കാരണം അവളൊരു അത്ലറ്റാണ്. ജാവലിൻ ത്രോയില് അവള് മാസ, അതുകൊണ്ട് അവൾക്കും പക്ക സ്ട്രെങ്താ. അങ്ങനെ അവളും കോളേജും ചേർന്ന ഉടനെ അവളുടെ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ക്രഷ് ഇവളുടെ കൂടെയാ പഠിക്കുന്നതെന്നറിയും. അതോടെ അവളുടെ ഹെയർ സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോഴെങ്കിലും അവളുടെ ഫസ്റ്റ് ലവിന് എങ്ങനെയല്ലേ അച്ചീവ് ചെയ്യണമെന്ന് അവളും കോളേജിന്റെ തുടക്കം തന്നെ ശബ്ദം എടുക്കും. അതിനുശേഷം ഫസ്റ്റ് ഡേ ക്ലാസ്സിന് അവളും കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവൾക്ക് സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരുണ്ട്. അങ്ങനെ അവളുടെ കൂടെ ഒരുമിച്ചായിരിക്കും കോളേജിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അവൾ വേറെ ക്ലാസ് ആയതുകൊണ്ട് ഇവളും ഒറ്റയ്ക്ക് ക്ലാസ്സിനകത്ത് കയറുമ്പോഴാണ് അവിടേക്ക് എല്ലാവരും കൂടെ ഇവളെ കണ്ടുടനെ മനസ്സിലാക്കും ഇവളായിരുന്നു സ്റ്റേജ് വെച്ച് ആ ചെരുപ്പെടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞ്. അതോടെ പാവ എൻകെയുടെ തല പോയെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൈസിന് ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ സീറ്റ് വന്നിരിക്കും. അങ്ങനെ ഇവളുടെ ഹോസ്റ്റൽ റൂമിലെ 3 റൂംമേറ്റ്സും ഇവളുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടെ എങ്ങനെയൊക്കെ എൻകെ നിനക്ക് സെറ്റാന്ന് പറഞ്ഞ് അവരിൽ ഇവളെ കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം ഇവരുടെ പുറയിലായിരിക്കും എൻകെയുടെ 3 ഫ്രണ്ട്സ് ഉള്ളത്. അങ്ങനെ അവന്മാര് 3 പേരും അവളുടെ ചതിയിൽ നീ വീടായിരിക്കാൻ വേണ്ടി നിനക്ക് മന്ത്രമൊക്കെ എഴുത്തരാന്ന് പറഞ്ഞ് ഒരുത്ത അവിടെ നിന്ന് പേപ്പറൊക്കെ എടുത്ത് എൻകെയുടെ നേർക്ക് എറിയാൻ നോക്കും. അപ്പോഴാണ് മറ്റവന്മാര് വാങ്ങിച്ചിട്ട് നിനക്ക് മന്ത്രം കൊണ്ട് കളിക്കാനേ ഉള്ളെന്ന് പറഞ്ഞ് അവനെ അടിച്ച് സൈലന്റ് ആക്കും. അതിനുശേഷം ക്ലാസ്സിലേക്ക് സാറും കയറി വരും. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും മിലിറ്ററി ട്രെയിനിങ് തീർച്ചയായും ഉണ്ടാകും. പക്ഷെ ഈ തവണ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി സ്ഥലം കിട്ടാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അതില്ലെന്ന് വെച്ച്. പക്ഷെ എന്നാലും എക്സസൈസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള, അതുകൊണ്ട് നമ്മുടെ കോളേജിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ കാണും. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവുക. നിങ്ങൾക്കെല്ലാം ഹാപ്പി അല്ലേ ഇപ്പോ എന്നിനെ സാറും ചോദിക്കുമ്പോഴാണ് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ കലിപ്പെല്ലാം കൺട്രോൾ ചെയ്ത് ക്ലാപ്പ് അടിച്ച് ചിയർ ചെയ്യും. അതിനുശേഷം സാറും എനിക്കും ഷോയിഫനും ടീച്ചേഴ്സ് റൂമിൽ വെച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതോടെ ഇവളും ടെൻഷനായിട്ട് എന്തിനായിരിക്കും സാറ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് നൈസിന് അവന്റെ പുറകിൽ ഇവളും പോവും. എനിക്ക് നിന്റെ തലയിൽ ആ മുറിവിന് കാരണം ഞാനല്ലേ, അത് സോറി കേട്ടോ, ഞാൻ മനഃപൂർവ്വം എന്റെ ചെരുപ്പെടുത്ത് നിന്റെ തല എറിഞ്ഞല്ല, അബദ്ധവശ പറ്റിപ്പോയതാ എന്നിന് ഇവള് സോറി വയ്ക്കുമ്പോഴാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സാറിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് സാർ ഇവരെ കണ്ടിട്ട് ഇവരുടെ ലീഡറാക്കിയ അവര് സമ്മതം പറയില്ല എന്ന് സാറും കൺഫ്യൂസ് ആയിരിക്കും. പിന്നെ മക്കളെ എങ്ങനെയുണ്ട് കോളേജൊക്കെ പൊളിയല്ലേ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നമുക്കൊക്കെ വർക്കൗട്ട് വേണം അല്ലേ എനിക്ക്, നീ എന്തോ പറയുന്നു എന്നിനെ സാറും ചോദിക്കുമ്പോഴാണ് അവനൊന്നും മനസ്സിലാവാതെ സാർ നിങ്ങൾ എന്തോ പറയുന്ന വെച്ചാൽ തെളിയിച്ച് പറയണം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ച് എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് സാറും അതോ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ അത് നിങ്ങൾക്കൊരു ബാഡ് ന്യൂസാ, സോറി ഗുഡ് ന്യൂസാ, നിങ്ങളെ രണ്ടുപേരും ഞാൻ ലീഡറായിട്ട് ചൂസ് ചെയ്തേക്കുന്നു, ആർക്കും വിരോധമൊന്നുമില്ലല്ലോ എന്നിന് സാറ് ചോദിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് തന്നെ സമ്മതം പറയും. ഇതോടെ സാറ് സന്ദേശത്തിൽ ഇവനാണോ സമ്മതം പറഞ്ഞെന്ന് പറഞ്ഞ് ഷോയിഫെങ്ങിന് നോക്കുമ്പോഴാണ് എനിക്ക് ഉണ്ടേ ഞാനും സമ്മതം എന്ന് പറഞ്ഞ് അവൾ ഓക്കെ പറയും. അതോടെ അവള് മൊത്തത്തിൽ സ്വപ്നലോകത്തിലാവും. ഇനി കുറെ പ്രാവശ്യം എനിക്കയുടെ കൂടെ ഒറ്റയ്ക്കൊക്കെ കറങ്ങാന്ന് പറഞ്ഞ്, കാരണം ഇവ രണ്ടുപേരും ഇപ്പൊ ലീഡറായി. അങ്ങനെ ആ
സന്തോഷമായിട്ട് കാര്യമൊക്കെ അവളുടെ കൂട്ടുകാരോട് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും അപ്പൊ മോളിപ്പോ സ്വപ്നലോകത്തിലായെന്ന് പറഞ്ഞ് അവളെ കളിയാക്കാൻ തുടങ്ങും. പിന്നെ ഷൗഷുങ്, നീ അവനോട് സോറി ചോദിച്ചപ്പം അവന് നിന്നെ മനസ്സിലായോ? കാരണം ഇതിനു മുമ്പ് അവൻ നിന്നെ സ്കൂളിൽ വെച്ചാൽ കണ്ടു കാണുമല്ലോ. ഏതിന്റെ കൂട്ടുകാരും ചോദിക്കുമ്പോഴാണ് അവളും പറയും, ഓ പിന്നെ എവിടെന്ന്, എന്റെ ഇപ്പോഴത്തെ ലുക്കിന് ആരെ കൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. എന്റെ അച്ഛൻ തന്നെ എന്നെ ഈ ലുക്കിൽ കണ്ടപ്പോ ഷോക്കായി, പിന്നെ അവൻ എന്നെ കണ്ടുപിടിക്കുന്നു. അതുമല്ലാതെ ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ചുമ്മാ സ്കൂളിൽ വെച്ച് കണ്ടു മിണ്ടിയിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളു. അതുകൊണ്ട് ഈ ചാൻസ് യൂസ് ചെയ്ത് ഞാൻ ഒന്നും കൂടെ അവന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ നോക്കുക എന്നിന് ഇവളും പറയുമ്പം കൂട്ടുകാരിയും കളിയാക്കാൻ തുടങ്ങും. അപ്പനാണ് ഇവളും ചമ്മി പോയിട്ട് ഒന്ന് ഓടി സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല നീ എന്നിന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം സ്റ്റുഡൻസ് എല്ലാരും കൂടെ ഏത് മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ലിസ്റ്റ് വാങ്ങിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷൗഷുങ് ആണ് അവളുള്ള എല്ലാ മത്സരത്തിൽ പങ്കെടുത്തേക്കും. അപ്പനാണ് ഇത് കണ്ട് എനിക്ക് മൊത്തം ഷോക്കായി പോകും. പിന്നെ ഷൗഷുങ് ഞാൻ തെറ്റിച്ച് വിളിച്ചതല്ല, അവളുടെ പേര് ഷോയിഫൻ ആണെങ്കിലും അവളുടെ ഫ്രണ്ട്സും വീട്ടിലൊക്കെ ഇങ്ങനെ അവളെ വിളിക്കുന്നത്. അങ്ങനെ എനിക്ക് ഇവിടെ ഓരോരുത്തരുടെ പേര് എഴുതി വാങ്ങിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളും വേറൊരു പെങ്കൊച്ചെന്ന് സ്പോർട്സ് ഡേക്ക് ഇടാൻ വേണ്ടി തന്ന ഡ്രസ്സ് ചേരുന്നില്ലെന്ന് പറയുമ്പോൾ ഷൗഷുങ് അവളുടെ ഡ്രസ്സ് വെച്ചെന്ന് പറഞ്ഞ് അതെടുത്ത് അങ്ങ് കൊടുക്കും. അപ്പനാണ് എനിക്കും ഇവളിനി ചുമ്മാതല്ലാണ് ടിക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞ് അവനത് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ രജിസ്ട്രേഷൻ ഫോം സാറിനോട് കൊടുക്കട്ടേയും ചെയ്യിക്കും. അതോടെ അവളും ധൈര്യമായിട്ട് കൊടുത്തെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. കാരണം ഇവളുള്ള എല്ലാ മത്സരത്തിലും പങ്കെടുത്തേക്കുക, കാരണം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ. അതിനുശേഷം ഇവരുടെ സ്പോർട്സ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഷൗഷുങ്ങും എല്ലാ മത്സരത്തിൽ പങ്കെടുത്ത് അവൾ ഓരോന്നായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടെ അവിടെ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം അവൾ ഒരു പയ്യനായിട്ട് തോൽക്കാൻ പോകുന്ന അവസരം വരുമ്പോഴാണ് ഇവൾ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എൻകെയും നീ ആ മാസം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഇവൻ മോട്ടിവേറ്റ് ചെയ്ത അവൾക്ക് പെട്ടെന്ന് എനർജി വരുന്ന അവൻ അറിയാം. അങ്ങനെ അതോടെ അവളും മറ്റേ പയ്യനടിച്ച് താഴ്ത്തിയിട്ട് അവൾ മത്സരത്തിൽ ജയിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടി എനിക്ക് അനൗൺസ് ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരി അവസാനം അപ്പൊ ഇന്നത്തെ ദിവസം ഫുള്ള് ഇവള് മത്സരത്തിൽ പങ്കെടുക്കുന്ന മാത്രമേ ചെയ്തോളം ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാതെ സ്പോർട്സ് ഡേക്ക് എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരും ദേശത്തി അവൾ കിട്ടിയ നല്ല ചാൻസ് മൊത്തത്തിൽ കൊളവാക്കി എന്ന് പറയും. കാരണം ഇവള് യാൻകെ ലീഡർ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം യൂസ് ചെയ്ത് അവരുടെ ഒരു ക്ലോസ് ആയിക്കോണെന്ന കൂട്ടുകാർ വിചാരിച്ച്. പക്ഷെ അവസാനം വരെ ഇവള് മത്സരത്തിൽ മാത്രം ഫോക്കസ് ചെയ്തേ ഉള്ളു. അപ്പോഴാണ് അതേസമയം സാർ അവളെ ഫോൺ വിളിച്ച് ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നത്. ഇതോടെ അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവിടെ മറ്റവൻ ആരെ പ്രൊപ്പോസ് ചെയ്യാൻ തയ്യാറായി. പക്ഷെ അവൾക്കൊന്നും ഇവനെ കുറിച്ചൊരു പിടിയില്ല. കാരണം ഇങ്ങനത്തെ കാര്യത്തിലൊന്നും അവൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. അതുകൊണ്ട് പാവ പെങ്കൊച്ചും ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും മനഃപൂർവ്വം പറയുന്നതും കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ പാട്ടിന്റെ വോളിയം ഒക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് ഷൗഷുങ്ങും ഈ പെട്ടി എടുത്തോണ്ട് സാറ് പറഞ്ഞെന്ന് പറഞ്ഞ് അവനെ സഹായത്തിന് വിളിക്കുമ്പോഴാണ് അവിടെ ഒരു കൊച്ചു പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. ഇവളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവൻ ആ ബോക്സ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഈ കൊച്ചിനെ നോക്കി എക്സ്ക്യൂസ് മീ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു, സോറി ഞാൻ ഒന്നും കേട്ടില്ല എന്നിട്ട് അവൻ ആക്ട് ചെയ്യുമ്പോൾ ആ കൊച്ചു വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം എനിക്ക് പെട്ടി എടുത്തോണ്ട് പോകുമ്പോഴാണ് ഇവള് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് അവനും തിരിഞ്ഞിട്ട് എവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ് അങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളുടെ വയറ്റിൽ നിന്ന് സൗണ്ട് വരുന്നിട്ട് ഇവനൊരു മിഠായി എടുത്ത് അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പൊ എനിക്ക് അവളോട് ചോദിക്കും, പിന്നെ സാറ് നിന്നെ നമ്മൾ വിളിച്ചു വരിച്ച് അദ്ദേഹം എല്ലാം പറഞ്ഞായിരുന്നു എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ അതോ നാളെ ടീം കോമ്പറ്റീഷൻ അല്ലേ, അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഓരോരുത്തരും ടീം ആതിനെ കുറിച്ച് നമ്മളോട് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞ നാളെ കുറെ ഗെയിം ഉണ്ട് എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ടവനും അപ്പോ എല്ലാ ഗെയിമിലും നീയും പങ്കെടുക്കുന്നുണ്ട് അല്ലേ എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും പിന്നല്ലാതെ ഞാനൊരു ലീഡർ അല്ല, ലീഡർ എന്ന സ്ഥിതിക്ക് അവർക്ക് സപ്പോർട്ടിന് ഞാൻ എല്ലാ മത്സരത്തിലുണ്ട്, ഫ്രണ്ട്സ് ആയ പരസ്പരം ഹെൽപ്പ് ചെയ്യണ്ടേ, അതല്ലേ ശരിയായിട്ടുള്ള കാര്യം എന്നിട്ട് ഇവളൊരു ഡയലോഗ് പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവന് ഷോക്കായി പോകും. കാരണം ഇതേ ഡയലോഗ് സ്കൂളിൽ പഠിച്ചപ്പോ അവന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞാണ് ആ ഫ്രണ്ടിനെ ഇവൻ ഒത്തിരി ഇഷ്ടം, അത് പ്രേമമല്ല അല്ലാത്ത സ്നേഹം. കാരണം സ്കൂളിൽ ഇവനെ കുറെ പേര് റാഗ് ചെയ്തപ്പം ആ ഫ്രണ്ടായിരിക്കും ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അവനും തിരിച്ച് ഇവളോട് ഇവളിപ്പോ ഏത് ഡയലോഗോ പറഞ്ഞു ചോദിക്കുമ്പോഴാണ് അവളും ടെൻഷനായിട്ട് ഞാനെന്തോ പറഞ്ഞ അതല്ലേ ശരിയായിട്ടുള്ള കാര്യം അല്ലെ, ഇതാണോ പറഞ്ഞ എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ഇവൻ ആ ബോക്സ് എടുത്ത് തറ വെച്ചിട്ട് അവളുടെ സ്ഥലം എത്തിന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അപ്പൊ ഷൂഷോങ് ഇത് കണ്ടിട്ട് ഒന്നിക്ക് ഇനിയിപ്പോ നമ്മ രണ്ടുപേരും സെറ്റ് ആയില്ല എന്നിട്ട് ഇവളും ചോദിക്കുമ്പോൾ അവനൊന്നും പറയാതെ ഇവളെ തന്നെ തുറച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അറിയാൻ ടെൻഷനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല, അതായത് നാളെ നമ്മൾ ടീമല്ലേ അതാ ഞാൻ ചോദിച്ചേ നമ്മ രണ്ടുപേരും സെറ്റ് അല്ലേന്ന്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചില്ല, നീയും തെറ്റിരിക്കല്ലേ എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ വേറെ രീതി ഒരു അർത്ഥം ഉണ്ടെന്ന് അറിഞ്ഞല്ലേ, അതെന്തോ നീ ഉദ്ദേശിച്ച അതൊന്നുമില്ല ഒന്ന് വിട്ട് കളയണ ഇവന്റെ അടുത്ത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാ മതി എന്റെ പൊന്നോ എന്നിട്ട് അവള് രക്ഷപ്പെട്ട് അവിടെ നോടിപ്പോവും. അതിനുശേഷം അടുത്ത ദിവസം സാറും നമ്മളായിരിക്കും ജയിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞേക്കും. അങ്ങനെ ആദ്യം ഇവര് മത്സരിക്കാൻ പോകുന്നത് വടംവലിയാണ്. അങ്ങനെ എൻകെയുടെ ബാക്കില് അവസാനം ഇവളാ കയറും പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എടി ഷൗഷുങ് ഇന്നലത്തെ പോലെ ചുമ്മാ ഗെയിമിൽ ഫോക്കസ് ചെയ്ത് നിന്റെ ചാൻസ് കളയാതെ പറ്റുന്ന സമയം കൊണ്ട് നീ അവന്റെ കൂടെ ക്ലോസ് ആകാൻ നോക്ക്, അതിനാദ്യം
ആദ്യം നീ വായി നോക്കി നിൽക്കാതെ അവൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തേലൊക്കെ ഷോ ആണ് ഇത്. എക്സാമിന് നിന്റെ കഴുത്തൊക്കെ ഇങ്ങനെ വിരിച്ചാണ് ഇത്. ഒരേശം അവൻ തിരിഞ്ഞു നോക്കില്ല, എന്തേലും ചുമച്ചിട്ടെങ്കിലും നീ അവനെ വിളിക്ക്, എന്തായാലും അവൻ നിന്നെ കാണണം. എന്നിട്ട് അവള് പറഞ്ഞേക്ക് ഓർത്ത് നോക്കി ഇവളും ചെറുതായിട്ട് ചുമച്ചിട്ട് കഴുത്തൊക്കെ ഇങ്ങനെ വിരിച്ചു കാണിക്കുമ്പോഴാണ് ഇവള് എന്തുവാ കാണിക്കുന്നെന്ന് പറഞ്ഞ് അവന് മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനുശേഷം മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവള് മത്സരം തുടങ്ങിയെന്ന് പറഞ്ഞ് വീണ്ടും അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് കൂട്ടുകാര് വീണ്ടും മൈൻഡ് ഇങ്ങനെ വന്നിട്ട് വന്നത്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഗെയിം കളിക്കാനല്ല വന്ന്, അവനെ വീഴ്ത്താനാ വന്ന്. മത്സരത്തിൽ നീ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരുന്ന എങ്ങനെ, നീ കുറച്ച് വീക്കായിട്ട് ആക്ട് ചെയ്താലേ അവൻ നിന്നെയൊക്കെ കെയർ ചെയ്യത്തുള്ളൂ. നൈസിന് അടുത്തേക്ക് ചെന്ന് അവനൊന്ന് ടച്ചൊക്കെ ചെയ്ത് തരും, എന്നാലേ കുറച്ചെങ്കിലും സെറ്റ് ആകത്തുള്ളൂ. ഏതിന് അവള് പറഞ്ഞിട്ട് വീണ്ടും ഷൗഷുങ് നൈസിന് അടുത്തേക്ക് ചെന്ന് അവന്റെ കൈ തൊടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവന് ബാക്കിലോട്ട് വലിച്ചോടെ ഒറ്റയടിക്ക് ഇവളും തെറിച്ചു പോയി അങ്ങ് വീഴും. അതിനുശേഷം വേദന സഹിക്കാൻ പറ്റാതെ ഇവർ ആ മത്സരം ജയിച്ചിട്ട് നെക്സ്റ്റ് മത്സരം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ മത്സരം രണ്ടുപേരുടെ കാലും കെട്ടിയിട്ടിട്ട് അവര് ടീമായിട്ട് നടന്നു പോകണം. അങ്ങനെ സാറ് എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് സെയിം ആയിട്ട് വരുന്നവരെല്ലാം ഒരു ടീം ആകാൻ വേണ്ടി പറയും. അപ്പോഴാണ് ലക്കും നമ്മുടെ ഷൗഷുങ്ങിന്റെ കൂടെ അവൾക്ക് കിട്ടിയ അതേ നമ്പർ ആയിരിക്കും എൻകേക്കും കിട്ടുന്നത്. അതോടെ ഇവരുടെ സെറ്റായെന്ന് പറഞ്ഞ് ആ മത്സരത്തിൽ പങ്കെടുക്കും. അപ്പോഴാണ് അവളും ടെൻഷനായിട്ട് എല്ലാരും കൈയൊക്കെയല്ലേ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞ് നൈസിന് അവന്റെ കൈ പിടിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് തോളി കൈയിട്ടിട്ട് തീർച്ചയായും നമ്മൾ ഈ മത്സരം ജയിക്കണം എന്ന് പറഞ്ഞ് അവനവള് മോട്ടിവേറ്റ് ചെയ്ത് രണ്ടുപേരും സ്പീഡ് നടക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കുറച്ചൊരു മാസമായിട്ട് ഇവരും പോകുമ്പോഴാണ് പെട്ടെന്ന് എൻകെയും തെന്നടിച്ചങ്ങ് വീഴും. ഇതോടെ ഇവളും പെട്ടെന്ന് പേടിച്ചിട്ട് മത്സരത്തിൽ ജയിക്കണം എന്ന് പറഞ്ഞ നീ ഇങ്ങനെ തോറ്റു കൊടുക്കാവെന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവനും പൊക്കിയെടുത്തോണ്ട് സ്പീഡ് ഇങ്ങനെ ഓടാൻ തുടങ്ങും. ഇതോടെ അവിടെ ഇരിക്കുന്ന ഷോക്കായിട്ട് എങ്ങനെയായാലും മത്സരിച്ച് ജയിക്കടി എന്ന് പറഞ്ഞ് അവരൊക്കെ ചീർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം മത്സരിച്ച് ജയിച്ച് പാവം അവന് മലനടിച്ച് തറയെ കിടക്കുമ്പോഴാണ് ഇവളും നമ്മൾ ജയിച്ചേന്ന് പറഞ്ഞ് അടുത്തേക്കൊന്ന് സന്തോഷത്തിൽ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കൈ മാത്രം ഇങ്ങനെ പൊക്കി അവൾക്ക് ക്ലാപ്പ് അടിച്ചു കൊടുക്കും. അതിനുശേഷം ഇവളിങ്ങനെ പൊക്കിയെടുത്ത് ഓടിയതുകൊണ്ട് അവൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ മിഠായി വെക്കുന്ന പെട്ടി കളഞ്ഞു പോയി കാണും. അതോടെ അവനും പെട്ടെന്ന് ഷോക്കായിട്ട് അത് എവിടെ പോയെന്ന് പറഞ്ഞ് അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും പുറകെ വരും. എന്തോ പറ്റി, എന്തേലും കളഞ്ഞോയോ, ഞാൻ വേണം സഹായിക്കാം എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ല, എന്റെ മിഠായി പെട്ടി കളഞ്ഞുപോയി, അത് എവിടെ പോയെന്ന് അറിയാൻ വയ്യ എന്നിന് അവനും കുറച്ച് ടെൻഷനായി അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അടുത്തുള്ള ബോക്സ് ഒക്കെ തപ്പി നോക്കിയിട്ട് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് കൂട്ടുകാരിയും ഒരു ചെറിയ മിഠായി പെട്ടിക്ക് വേണ്ടിയാണോ ഇത്രയും ഷോ എന്ന് പറഞ്ഞ് അവൾ ഇവളോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ടിട്ട് ഷൗഷുങ്ങും ഒരേശ അവനത് വിലപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞ് അവളും പെട്ടെന്ന് അവനെ സഹായിക്കാൻ വേണ്ടി അവിടെയുള്ള കുറെ സ്ഥലങ്ങൾ തപ്പി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവന് വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ തപ്പി നോക്കുമ്പോഴാണ് ഇത്രയ്ക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം എനിക്കും ആ സാധനം കിട്ടാതെ വിഷമത്തി അവന് പഴയതൊക്കെ ഓർത്ത് വെക്കും. അതായത് ഇവന് സ്കൂളിൽ പഠിച്ചപ്പോ ഇവനെ റാഗ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് രക്ഷിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്. അവനൊരു സ്കൂളിൽ നിന്ന് മാറിപ്പോയപ്പോ അവസാനമായിട്ട് അവന്റെ ഓർമ്മയ്ക്കുണ്ടായത് ഈ മിഠായി പെട്ടിയാണ്. അതുകൊണ്ടാണ് അവൻ അതിനെ ഓർത്ത് ഇത്രയും കെയർ ചെയ്യുന്നത്. അങ്ങനെ അത് കിട്ടാതെ വിഷമത്തി അവൻ ആ ഗ്രൗണ്ടിൽ തന്നെ കിടന്നുറങ്ങുമ്പോഴാണ് അവിടേക്ക് ഷൗഷുങ്ങും വരും. എനിക്ക് എന്തുവാൾ ഇവിടെ കിടന്നുറങ്ങുന്നത് എന്നിന് അവള് വിളിച്ചുണർത്താൻ നോക്കുമ്പോഴാണ് അവന് മനസ്സിൽ വിചാരിക്കും, ഓ ഈ ശല്യം ഇവിടെയും വന്ന മാറിപ്പോ, എനിക്കൊന്നും കുഴപ്പമില്ല എന്നിന് അവൻ എഴുന്നേറ്റിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും പേടിച്ചിട്ട്, എനിക്ക് നിനക്ക് അസുഖമല്ലോ ഉണ്ടോ, പെട്ടെന്ന് തന്നെ ഇത്രയും ദേഷ്യപ്പെടുന്നത്, ഞാൻ വേണേ ക്ലിനിക്ക് വിളിച്ചോണ്ടോട്ടെ എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഒന്നിന്റെ ആവശ്യമില്ല, ഞാൻ പെർഫെക്റ്റ് ഓക്കെ എന്നിന് അവൻ പറഞ്ഞോടെ അവളും പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഇവന്റെ കളഞ്ഞുപോയ സാധനം എടുത്തു കൊടുക്കും. അതായത് ആ മിഠായി പെട്ടി. എനിക്ക് ഇതല്ലേ നിന്റെ കളഞ്ഞുപോയ സാധനം എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് അവനും, ആ ഇതെന്റെ കളഞ്ഞുപോയ മിഠായി പെട്ടി, നിനക്കിത് എവിടെ നിന്നാ കിട്ടിയ, ഞാൻ ഇവിടൊക്കെ തപ്പിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ചിരിച്ചിട്ട്, അതെങ്ങനെ പറയാനാ, അത് കുറച്ച് വൃത്തിയല്ലാത്ത പ്ലേസാ എന്നിന് അവളും ചിരിക്കുമ്പം ഇനി ഇതിപ്പോ വേസ്റ്റ് നിന്നല്ല എടുത്തോണ്ടെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ തമാശയ്ക്ക് വഹിക്കും. പക്ഷെ സത്യത്തിൽ അവൾ അവിടെ നിന്ന് എടുത്തോണ്ടെന്ന്. അങ്ങനെ ആ കാര്യം അവളും പറഞ്ഞ് അവൾ വൃത്തിയാക്കിയിട്ട് ഈ സാധനം ഇവന്റെ കൊടുത്തേന്ന് പറയും. ഇതോടെ അവനും മൊത്തം ടച്ചായിട്ട് അവൻ മനസ്സോർന്ന് അവൾക്ക് നന്ദി പറയും. എനിക്ക് ഈ മിഠായി പെട്ട് നിനക്ക് അത്രയ്ക്കും പ്രധാനമാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കുറെ മിഠായി കഴിക്കാറുണ്ട്, പിന്നെ പല്ലൊക്കെ പോകുമ്പോൾ ഞാൻ അതോടെ അങ്ങ് നിർത്തി, അല്ലെങ്കിൽ എന്റെ പല്ല് മൊത്തം ചൂത്തപ്പല്ലായി പോയാന് എന്നിന് അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരുത്തനും ബോൾ നേരെ ചവ കൊണ്ടുവയ്ക്കറിയാതെ ഇവർക്ക് നേർക്കങ്ങ് വിട്ടുകളയും. അതോടെ ഷൗഷുങ് ഓടിച്ചെന്ന് അത് തടഞ്ഞു നിർത്തുമ്പോഴാണ് ഇവളുടെ ഡ്രസ്സിന്റെ പുറം വശം ഷൗഷുങ് എന്ന് പറഞ്ഞ് എഴുതിയേക്കും. അപ്പോഴാണ് ഇത് കണ്ടതോടെ എനിക്ക് മൊത്തത്തിൽ ഷോക്കായി പോകും. കാരണം ഇതേ പേരാണ് അവൻ എപ്പോഴും ഓർത്തോണ്ടിരിക്കുന്ന അവന്റെ സ്കൂൾ ഫ്രണ്ടിന്റെയും. അതോടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഷോയിഫാൻ നിനക്ക് ചേട്ടൻ വല്ലതും ഉണ്ടോ ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ചേട്ടനോ, ഞാൻ മാത്രമേ ഉള്ളൂ, ഐ ആം ദ ഓൺലി ചൈൽഡ്. എനിക്ക് സത്യത്തിൽ ഇതിന്റെ ഫ്ലാഷ് ബാക്ക് എന്തുവാ, എന്തുകൊണ്ടാ അവളുടെ ഡ്രസ്സിനകത്ത് ആ പേര് കണ്ട ഉടനെ ഇവൾക്ക് ചേട്ടനുണ്ടോന്ന് ആവേശത്തോട് ചോദിക്കാൻ കാര്യം? എങ്കിൽ പിന്നെ അത് വിട്, ഈ ഷൗഷുങ് ആരാ, അവനാണോ നിന്നെ സ്കൂളിൽ പഠിച്ചപ്പോ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്? ഓ എന്തേലും പറ, എനിക്ക് ഈ വീഡിയോ അവസാനിക്കണം. നിന്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട് ആരാ? നിങ്ങൾ എന്നോടെല്ലാം ചോദിച്ചായിരുന്നോ? സോറി, ഞാൻ വേറൊരു ചിന്തയിലായിരുന്നു.
അവൻ പോന്നേ പോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ തന്നെ കഥ എന്തോന്ന് കണ്ടറിയാം. എന്തുവാളിയാ, ഇന്നലെ നടന്നേക്ക് സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? എഴുന്നേറ്റ് പണി നോക്കടാ. എന്നെ കൂട്ടുകാരനെ വിളിച്ചുണർത്തുമ്പോഴാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. കാരണം ഇന്നലെ ഷൗഷിങ്ങിന് ചേട്ടനും അനിയനും ഇല്ലെന്ന് പറഞ്ഞ ഉടനെ അവന് ഡൗട്ട് അടിച്ചാണ് ഇനിയോലേശ് ഇവള് തന്നെ ആയിരിക്കോ അവൻ സ്കൂളിൽ വെച്ച കണ്ട ആ ഫ്രണ്ടും. അതിനേശം അവന് കോളേജിലേക്ക് ചെന്നിട്ട് പിയാനോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷൗഷിങ് ബാക്കി എല്ലാവരും കൂടെ നടന്നു വരും. ഇത് കണ്ട് അവനും മിക്കവാറും ഷൗഷിങ് തന്നെ ആയിരിക്കണം എന്നറിഞ്ഞ് അവളെ നോക്കി സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവരെല്ലാരും കൂടെ വരാമോന്നൊരു പ്രോഗ്രാമിന് പാട്ടുപാടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഷൗഷിങ്ങും തൽക്കാലം മ്യൂസിക്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെല്ലാം പാടാൻ പറയുമ്പോഴാണ് കുറച്ച് സമയം പാടിയിട്ട് അവർക്കെല്ലാം ബോറടിക്കാൻ തുടങ്ങും. പൊന്നു ഷൗഷിങ്, കുറച്ച് മ്യൂസിക് DJക്ക് ഇട്ടുകൊട്, എന്നാലേ ഞങ്ങൾക്ക് ഒരു എനർജി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് പോട്ടെ, ഇവിടെ നിന്ന് ബോറടിക്കുന്നു. എന്നിനെ മിക്കുള്ളവർ ഇവൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇത് കേട്ട് എനിക്ക് അവിടേക്ക് വരും. ഷൗഷിങ്, ഞാൻ വേണേ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ പാടിക്കോ, ഞാൻ പതി ഇവിടുന്ന് അതിനനുസരിച്ച് പിയാനോ വായിച്ചു തരാം, എന്താ പറയുന്നു? എന്നിന് അവൻ ചോദിക്കുമ്പം അവള് സന്തോഷത്തി, ഓ ആണോ, എന്നിട്ടാണ് ഇത്ര സമയം നീ മിണ്ടായിരുന്നത്, നീ പോയെങ്കിൽ വായിച്ചോ, ഞങ്ങൾ പതുക്കെ പാടിക്കോളാം. ഏതിന് ഇവരിലെ ഇവന്റെ ട്യൂണിന് പതി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറെ പേർക്ക് മ്യൂസിക് കിട്ടിയ ശേഷം കുറച്ച് എനർജി വന്ന് അങ്ങനെ കുറെ സമയം പ്രാക്ടീസ് ചെയ്തിട്ട് അവളുടെ കൂട്ടുകാരികൾ മൊത്തത്തിൽ ക്ഷീണിച്ചു പോകും. എന്റെ പൊന്നു ഷൗഷും, ഇതിനും ഭേദം പുറത്തുപോയാലും പണി നോക്കുന്നത്. ഇത്ര സമയം പാടി എന്റെ തൊണ്ട തന്നെ പോയി. കൂടാതെ നമ്മുടെ കൂട്ടത്തിൽ കുറെ പേർക്ക് നിന്നോട് എതിർപ്പുണ്ട്, അത് ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചു. എന്നിന് ഇവളുമാരും പറയുമ്പോഴാണ് ഷൗഷും അതൊന്നും മൈൻഡ് ചെയ്യാതെ എതിർപ്പുണ്ടെങ്കിലും സപ്പോർട്ടിന് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ് അവള് സന്തോഷത്തിരിക്കും. അപ്പനാണ് അതേസമയം സാർ അവളെ ഫോം വിളിച്ചിട്ട് ഇവര് പ്രോഗ്രാമിന് ഇടാനുള്ള കോസ്റ്റ്യൂം കോളേജിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ആ ചേരുന്നുണ്ടോ ഇല്ലെന്ന് സാറും പെട്ടെന്ന് തന്നെ ഇട്ട് നോക്കിയിട്ട് പറയാൻ പറയും. അതോടെ ഇവള് NKക്ക് ഫോൺ വിളിക്കുമ്പോഴാണ് ഫോൺ എടുക്കുന്ന അവന്റെ കൂട്ടുകാരന്മാരായിരിക്കും. ഹലോ, NK ഇപ്പോ വെട്ടി വിഴുങ്ങാൻ വേണ്ടി പോയേക്കോ, മോളിപ്പോ എന്തിനാ അവനെ ഫോൺ വിളിച്ച? എന്നിന് ഇവന്മാർ ചോദിക്കുമ്പോഴാണ് സാറും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നോക്കാൻ വേണ്ടി NK വിളിച്ചെന്ന് പറയും. അപ്പനാണ് അവന്മാരും അവ ലഞ്ചൊക്കെ കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇവളെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് തന്നെ ലൈറ്റ് നോക്കിയിട്ട് സാറിനോട് പറഞ്ഞോളെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം NK അവിടേക്ക് വരുമ്പോഴാണ് ഇവന്മാരെല്ലാരും കൂടെ ഷൗഷിങ് ആ കോസ്റ്റ്യൂമിന് വേണ്ടി ഫോം വിളിച്ച കാര്യമൊക്കെ പറയും. അപ്പനാണ് ഇത് കേട്ട് അവന് ഷോക്കായി. അപ്പൊ ആണുങ്ങളുടെ ഡ്രസ്സൊക്കെ അവളാണ് ഇട്ട് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവൻ അവൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ഷൗഷിങ് ആണ് NKക്ക് വേണ്ടി വാങ്ങിച്ച കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നോക്കിയിട്ട് അവളും കണ്ണാടി നോക്കി സംസാരിച്ചോണ്ടിരിക്കും. ഷൗഷിങ്, നിന്നെ പോലെ ഒരു സുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ കൊച്ചു കള്ളി, നിനക്ക് ആ NKക്കാലും ഈ ഡ്രസ്സ് കിടിലായിട്ട് ചേരുന്നുണ്ടല്ലേ, അവനെക്കാളും കാണാൻ ഞാൻ ഹാൻസം. എന്നിന് അവൾ അവന്റെ ഡ്രസ്സ് ഇട്ട് നോക്കിക്കൊണ്ട് ആ കണ്ണാടി നോക്കി സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം NKയും ആ സ്റ്റേജിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് അവൻ ആലോചിച്ചോണ്ടിരിക്കും, സത്യത്തിൽ ഇവള് തന്നെയാണോ അവൻ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ആ സ്കൂൾ ഫ്രണ്ട് എന്ന്. കാരണം അവന്റെ സ്കൂൾ ഫ്രണ്ട് ഒരു ആൺകുട്ടിയായിരുന്നു, പക്ഷെ ഇവളൊരു പെൺകുട്ടിയാ. അതുകൊണ്ട് അവന് നല്ല കൺഫ്യൂസ് ആയിട്ട് അവളെ സഹായിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഷൗഷുങ് അവിടെ കാണത്തില്ല. ഇത് കണ്ട് അവനും ഷോയിഫൻ ഇവിടെ വല്ല ഉണ്ടോ നീ? ഏതിന് അവനും വിളിച്ചോണ്ടേ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് അവളും ഇതാര് NK എന്ന് പറഞ്ഞ് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ചെറുതായിട്ട് സ്ലിപ്പായി അവന്റെ ദേഹത്ത് തന്നെ അവൾ വീഴുന്നത്. അതോടെ അവനും പഴയ ഓർമ്മ വന്നും അവന്റെ സ്കൂൾ ഫ്രണ്ടും ഇതേപോലെ ഹഗ് ചെയ്തേക്ക്. അപ്പോഴാണ് അവളും ബാക്കിലോട്ട് മാറിയിട്ട് ജസ്റ്റ് സ്ലിപ്പായതെന്ന് പറഞ്ഞ് അവനോട് സോറി ചോദിക്കും. അതിനുശേഷം അവൻ അവളുടെ കോലം കണ്ടിട്ട്, ഷോയിഫൻ നീ എന്തിനാ ഈ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്, ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചാണല്ലോ. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതൊന്നുമില്ല, ചുമ്മാ ഇട്ട് നോക്കിയതാ, നീ അവിടെ നിന്ന് വെട്ടി വിഴുങ്ങുമെന്ന് നിന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞായിരുന്നു. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, ശരിയെന്നാ എനിക്ക് വേറെ പണിയുണ്ട്, ഞാനെങ്കിൽ പിന്നെ പോട്ടെ. ഏതിനെ സഹായിക്കാൻ വന്ന അവൻ ഷൈയായിട്ട് അവിടെ നിന്ന് പോകും. എടി, നിന്നെ കാണാൻ വല്ലതും ബുദ്ധിമുട്ടുണ്ടോ? കണ്ടപ്പോ തന്നെ അവൻ ഇവിടെ നിന്ന് പോയല്ലേ, പോന്നേ പോട്ട്, കുറച്ച് ഷോ കൂടുതല. അവൻ എന്റെ ലുക്ക് കണ്ടിട്ട് അസൂയപ്പെട്ടെന്നാ തോന്നുന്നു. എന്റെ പൊന്നോ, അതിന്റെ മഴ വന്നോ, അവന് ഡ്രസ്സ് കൊണ്ട് വയ്ക്കട്ടെ, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. ഏതിന് അവളെ എല്ലാ ഡ്രസ്സും എടുത്ത് അവിടുത്തെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അന്ന് രാത്രി ഫുള്ള് കട്ടയ്ക്ക് മഴയായിരിക്കും. അപ്പോഴാണ് മഴവെള്ള റൂമിനകത്ത് കയറി ഇവര് പ്രോഗ്രാമിന് വേണ്ടി ഇടാൻ വെച്ചിരുന്ന എല്ലാ ഡ്രസ്സിലും അവിടുത്തെ പെയിന്റ് ഒക്കെ വീണ് അഴുക്കാം. എന്തുവാണ് ഇത്, കളർ ഡ്രസ്സോ? ഇത് ഇട്ടോണ്ടാണ് നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നത്, മൊത്തത്തിൽ നാണം കെട്ടും. എന്നിനെ ഡ്രസ്സ് ഫുള്ളും വാട്ടർ കളർ ആയതുകൊണ്ട് അവിടേക്ക് നല്ല വഴക്കുറഞ്ഞോണ്ടിരിക്കും. ഇന്നലെ ആരായിരുന്നു ഈ റൂമിൽ അവസാനമായിട്ട് നിന്ന് ഈ ജനലൊക്കെ ക്ലോസ് ചെയ്തോടെ? എന്നിന് അവരൊക്കെ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷൗഷും അവിടെ വരും. ഞാൻ
സത്യ എന്തോടെ പ്രശ്നം, എന്തേലും സംഭവിച്ചോ? ഏതിന് അവള് ചോദിക്കുമ്പോഴാണ് ഇവളെ കണ്ടുടനെ ഒരുത്തിനും പറയും ഇവളെ അവസാനം ഈ റൂമിൽ നിന്ന് പോയെന്ന്. അതോടെ അവരെല്ലാം ദേഷ്യത്തി പോകുന്നതിന് മുമ്പ് ഈ ജനാലയൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോയിക്കോടെ എന്ന് പറഞ്ഞ് അവളെ വരെ പറയുമ്പോഴാണ് ഷൗഷിങ് ഇത് ഷോക്കായിട്ട് ഇന്നലെ ഞാനല്ല ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോയ, പിന്നെന്തുകൊണ്ടായി തുറന്നു നടക്കുന്നത്? എന്നിന് അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു പെങ്കൊച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവളുടെ കള്ള ലക്ഷണം കാണുമ്പോൾ തന്നെ അറിയാം ഇവളെ വന്ന് തുറന്നിട്ട് പോയെന്ന്. അതോടെ ഷൗഷിങ്ങും ഓടി അവരുടെ അടുത്തേക്ക് വരും. ഗൈസ്, നിങ്ങളാരും വിഷമിക്കണ്ട, ഞാൻ കാരണം ഈ പ്രോഗ്രാം ക്യാൻസൽ ആവത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ ഈ ഡ്രസ്സെല്ലാം കഴിവെടുത്തോണ്ട് വരാം, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വരാം. എന്നിട്ട് അവൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് മറ്റേ പെങ്കൊച്ച് നൈസിന് പറയാൻ തുടങ്ങും, സോറി ഗൈസ്, ഷൗഷിങ് അല്ല, ഞാൻ അവസാനം വന്ന് ഈ ജനാലയൊക്കെ തുറന്നിട്ടിട്ട് പോയ, അടയ്ക്കാൻ മറന്നുപോയി. എന്നിട്ട് അവള് പറഞ്ഞോടെ ഇവരെല്ലാം ദേഷ്യത്തി എടി മണ്ടി, ഇപ്പോഴാണ് നീ ഈ കാര്യം പറയുന്നത്? പാവം, ഞങ്ങളെല്ലാം വെറുതെ ഷൗഷിങ്ങിന് വഴക്ക് പറഞ്ഞു, ഇപ്പൊ ഞങ്ങളൊക്കെ വില്ലന്മാരായില്ലേ? എന്നിട്ട് ഇവരൊക്കെ പറയുമ്പോഴാണ് എങ്കിലും ഷൗഷിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവനും പുറകെ ഓടി ചെല്ലും. അതിനുശേഷം അവൾ ഓരോ കടയിലേക്ക് ചെന്നിട്ട് ഈ ഡ്രസ്സ് കഴുകി തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴാണ് അവിടുത്തെ ഓണർ ഇത് കേട്ട് ഓക്കെ ഈ ഡ്രസ്സ് കഴുകി തരാം, പക്ഷെ അടുത്ത മാസം വന്നാൽ മതി വാങ്ങിക്കാൻ. എന്നിട്ട് അവര് പറയുമ്പോഴാണ് അവൾ ഞെട്ടിപ്പോയിട്ട് എന്തുവാ ഒരു മാസം കഴിഞ്ഞാ? പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെങ്കിൽ പിന്നെ. എന്നിട്ട് അവള് നാളത്തെ പ്രോഗ്രാമിന് തീർച്ചയായും കഴിവെടുക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പാകും. അപ്പനാണ് അവിടെ ഒരു കൊച്ചും ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഇവളുടെ അടുത്തേക്ക് ചെല്ലും, മോളെ തക്കുടു, ചേച്ചിക്ക് കുറച്ച് ജ്യൂസ് തരാമോ? ഞാൻ ആരോടും പറയത്തില്ല. എന്നിട്ട് ഇവള് ചോദിക്കുമ്പോ തന്നെ ആ കൊച്ചും കരയാൻ തുടങ്ങും. അപ്പനാണ് ഇത് കണ്ട് എനിക്കേം ചിരിച്ചിട്ട് അടുത്തേക്ക് വരുന്നത്. ഷോയി ഫാൻ, നീ ഐസ്ക്രീം എടുത്ത് കഴിച്ച, പാവം അവളത് കുടിക്കട്ടെ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് ഇവൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. വീണ്ടും ആ കൊച്ചു കരയാൻ തുടങ്ങും. അപ്പൊ അവളും ഞാൻ എന്തോടി ചെയ്ത, നിന്റെ ജ്യൂസ് ഞാൻ വാങ്ങിച്ചില്ലല്ലോ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ, മോള് കരയാതെ. എന്നിട്ട് അവള് സമാനപ്പെടുത്താൻ നോക്കുമ്പോഴാണ് എനിക്ക് അവന്റെ ഐസ്ക്രീം എടുത്ത് അവൾ കൊടുക്കും. അപ്പനാണ് കരച്ചിൽ നിൽക്കുന്നത്. ഇതോടെ അവള് ഷോക്കായിട്ട് കൊച്ചു കള്ളി, നീ പക്ക ആക്ടിങ് ആണല്ലേ, ഐസ്ക്രീമിന് എന്താണ് വെറുതെ കരഞ്ഞ, എന്തായാലും നിന്നെ കാണാൻ ക്യൂട്ടാ. എന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കേയും ഷൗഷുങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവനൊരു ഐഡിയ പറയും, നമുക്ക് എല്ലാ ഡ്രസ്സും കൂടെ അതേപോലെ കളറാക്കാം. അങ്ങനെയാണ് നമ്മുടെ കോളേജിന്റെ ലാസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഈ പ്രോഗ്രാം നമുക്ക് നടത്താം. എന്നിട്ട് അവനൊരു ഐഡിയ പറയുമ്പോഴാണ് അഴുക്കാകാത്ത നല്ല ഡ്രസ്സ് എടുത്ത് ഇവരെല്ലാം കളർ പൊടിയാക്കും. അപ്പോഴാണ് സഹായത്തിന് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടേക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഫുള്ള് കളറാക്കും. അതിനുശേഷം പ്രോഗ്രാമിന്റെ അന്ന് ഇവരെല്ലാം കിടിലായിട്ട് പാട്ട് പാടി ആ പ്രോഗ്രാം മൊത്തത്തിൽ ഗ്രാൻഡ് ആക്കും. അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് റൂമിലേക്ക് ചെന്ന് അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഇനിയിപ്പോ ഇവള് തന്നെയാണോ അവൻ? പക്ഷെ അത് ആൺകുട്ടി, ഇത് പെൺകുട്ടി. എന്നിട്ട് ഇവന് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവന്റെ കൂട്ടുകാരനും വന്നിട്ട് ഏതാടാ പെൺകുട്ടി നോക്കുന്നത്, കൊച്ചിയുള്ള ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് വായി നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. എന്നിട്ട് എനിക്ക് ശല്യപ്പെടുത്തുമ്പോഴാണ് ഇവന്മാരുടെ വേറൊരു കൂട്ടുകാരനും പറയും, എടാ പിന്നെ നിങ്ങളിൽ ആരെങ്കിലൊക്കെ ജിമ്മി വരുന്നോ? നമ്മുടെ കോളേജിന്റെ അപ്പുറത്ത് ഒരു പുതിയ ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയതായതുകൊണ്ട് ഒരു 10% ഓഫർ ഉണ്ട്. പക്ഷെ നിങ്ങൾ 4 പേരും കൂടെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓഫർ കിട്ടും, എന്താ പറയുന്നത്? ഏതിന് ഇവന് ഓരോരുത്തരും വിളിക്കുമ്പോഴാണ് അതിൽ നിന്നൊരുത്തനും എന്റെ അമ്മയും അച്ഛൻ എനിക്ക് വേണ്ടി തന്ന ശരീരം ജിമ്മിൽ പോയി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൻ ഐസിനങ്ങ് മുങ്ങും. അപ്പോഴാണ് മറ്റൊരുത്തനും ഗേൾസ് ഉണ്ടെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞ് അവന് നൈസിന് മുങ്ങുമ്പോഴാണ് വേറെ വഴിയില്ലാതെ ഇവനും അവസാനമായിട്ട് എൻകെയുടെ അടുത്തേക്ക് ചെല്ലും. എടാ എൻകെ, നീയെങ്കിലും ജിമ്മി വാടാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം, കൂടാതെ നിന്നെ കണ്ട നിന്റെ ലുക്കിന് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. എന്നിട്ട് ഇവൻ ആ ജിമ്മിലെ വിസിറ്റിംഗ് കാർഡ് കാണിക്കുമ്പോഴാണ് എനിക്ക് അത് കണ്ട ഉടനെ അവൻ ഷോക്കാവും. കാരണം ഈ ജിമ്മിന്റെ ഓണറിന്റെ പേര് ഷൗഷുങ് എന്നാ. അതോടെ അവൻ ആലോചിക്കാൻ തുടങ്ങും ഇനി മിക്കവാറും ഇവന്റെ സ്കൂളിൽ പഠിച്ച ഷൗഷുങ് ആണോ ഇവിടെ ജിമ്മ് തുടങ്ങിയെന്ന്. അതുകൊണ്ട് അവനും ഇവന്റെ കൂടെ ആ ജിമ്മിലേക്ക് പോകാൻ തീരുമാനം എടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ നമ്മുടെ ഷൗഷുങ് അവളുടെ കൂട്ടുകാരിയായിട്ട് ആ ജിമ്മിലേക്ക് ചെല്ലും. ഓ, നമ്മുടെ അളിയൻ ഷൗഷുങ്ങിന്റെ ജിമ്മ് പൊളിയാണല്ലോ. എന്നിട്ട് ഇവളും കൂട്ടുകാരായിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടേക്ക് ആ ജിമ്മിന്റെ ഓണർ ഷൗഷുങ് അവിടേക്ക് വരും. കാരണം ഇവർ രണ്ടുപേരും കൂടെ സ്കൂളിൽ പഠിച്ചപ്പോ കട്ട ഫ്രണ്ട്സാ. അങ്ങനെ സ്കൂളിൽ പഠിച്ചപ്പോഴും അവന്റെ പേര് ഷൗഷുങ് ആയതുകൊണ്ട് നമ്മുടെ ഷോയിഫനും ഷൗഷുങ് തന്നെ അവളുടെ പേര് മാറ്റിക്കാണും. അതായത് സ്കൂളിൽ വെച്ച് ഇവർ രണ്ടുപേരുടെ പേര് ഷൗഷുങ്. അങ്ങനെ മുടി വെട്ടിയാലും അവനെ പോലെ തന്നെ ഇവളും വെട്ടിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് കാണുന്ന എല്ലാരും കൂടെ നമ്മുടെ ഷൗഷുവിനെ കണ്ടിട്ട് ഒരു ആൺകുട്ടിയായിട്ടേ വിചാരിക്കത്തുള്ളൂ. എന്തുവാണ് നിങ്ങൾ എപ്പോഴും ഒരേപോലെ ഹെയർ കട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്, നിങ്ങളെ കണ്ടാൽ പിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഏതിനെ കൂട്ടുകാരും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും പിന്നല്ലാതെ ഞാൻ ഷൗഷുങ്ങിന്റെ കട്ട ഫാനാ, അവൾ എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത് അതേപോലെ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ എന്നെ നോക്കി കോപ്പി അടിച്ചതിന് ആദ്യം എനിക്ക് പൈസ അല്ല, ഞാൻ നിന്നെ വെറുതെ എടുത്തില്ല, പൈസയല്ലേ എന്റെ ഡ്രസ്സ് തന്നെ നീ വെച്ചോ, അതിനകത്ത് ക്യാഷ് ഒന്നുമില്ല. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓക്കെ നാണമില്ലാത്തനെ എങ്കിൽ പിന്നെ ഞാൻ വാങ്ങിച്ചു തരാം. എന്നിന് ഇവര് മൂന്നുപേരും കൂടെ കട്ട ഫ്രണ്ട്സ് എന്നുള്ള കാര്യം നമുക്കിപ്പോ കാണിക്കും. എടി നീ ഇപ്പൊ ആള് മൊത്തത്തിൽ മാറിപ്പോയല്ലേ, ഇത് പഴയ ഷൗഷിങ് അല്ല, ഇപ്പൊ മൊത്തത്തിൽ നീ ബ്യൂട്ടിയായി. ഏതിന് അവനും പറയുമ്പം ഇവരുണ്ടരും കൂടെ അവനിട്ട് അടിക്കും. അപ്പോഴാണ് അവനവന് ഡ്രസ്സ് കാണിച്ചിട്ട് പുറയിൽ ഷൗഷുങ് അവന്റെ പേര് എഴുതി ഈ ലോകത്തിലെ ഹാൻസമായ പയ്യൻ അവനാന്ന് പറഞ്ഞ അതിനെ എഴുതിയിട്ടേക്കും. ഇത് കണ്ട് ഇവരുണ്ടരും കൂടെ സ്കൂളിൽ പഠിച്ചോട്ട് ഇപ്പൊ ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവനെ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും എന്ത് മാറ്റം വന്നെങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം ഒരിക്കലും മാറത്തില്ലെന്ന് ഇവർ മൂന്നുപേരും കൂടെ സംസാരിച്ചോണ്ട് പുറത്തേക്ക് പോകും. ഡേഡേ ഒരു സെക്കൻഡ് നിൽക്കി, ആ പോയത് എനിക്ക് അല്ലേ. എന്നിനെ ഷൗഷുങ് വായി നോക്കുമ്പോഴാണ്
നോക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവരെന്തേലും കൂടെ ഓ ഇപ്പോഴേ എനിക്ക് നീ മറന്നിട്ടില്ല, എപ്പോഴും അവനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. എന്നിട്ട് അവരവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവള് കണ്ട പോലെ എനിക്കും അവന്റെ സ്കൂൾ ഫ്രണ്ട് ഷൗഷുൻ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവൻ ആ ജിമ്മിലേക്ക് വരും. അവനാണ് ഇവനെ കണ്ട് അവിടെ സ്റ്റാഫൊക്കെ അടുത്തേക്ക് വരും. അമ്മനെ നീ ഇവിടെ ജിമ്മിൽ ചേരാൻ വന്നതാണോ, നിനക്ക് 20% ഓഫർ തരാം, ഇപ്പൊ തന്നെ ചേർന്നോ. അവരെ പറയുമ്പോഴാണ് അവൻ ജിമ്മിൽ ചേരാനല്ല ഇവിടുത്തെ ഓണർ ഷൗഷുങ്ങിനെ കാണാൻ വന്നതെന്ന് അറിയും. അപ്പനാണ് അവനും ഷൗഷുങ് ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് പുറത്തേക്ക് പോയെന്ന് അറിയുമ്പോഴാണ് ഇവൻ അപ്പൊ തന്നെ ഷൗഷുങ്ങിനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ ഇനിയിപ്പോ കോളേജും എല്ലാം കാണുമെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവിടെ അങ്ങ് കാണത്തില്ല. അതോടെ അവനും ഷൗഷുങ് അവിടെ പോയെന്നറിയാതെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് അതേസമയം 2 ഷൗഷും കൂടെ ബസ്സിലേക്ക് കയറി പോകുന്ന അവൻ കാണും. ഇതോടെ അവനും ഷൗഷുങ് എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോഴാണ് അവന് പുറത്തേക്ക് എത്തി നോക്കും. പക്ഷെ അവനെ കണ്ടതോടെ ഇവനും ഉറപ്പാകും ഇതല്ല അവൻ തപ്പിക്കൊണ്ടിരിക്കുന്ന ഷൗഷുങ് എന്ന്. അപ്പനാണ് അവന്റെ പുറകെ കൂടെ നമ്മുടെ ഷോയിഫൻ എത്തി നോക്കുമ്പം അവനിപ്പോ 100% ഉറപ്പായി അപ്പൊ സത്യത്തിൽ ഇവള് തന്നെയാ സ്കൂളിൽ പഠിച്ചപ്പോ അവന് ഹെൽപ്പ് ചെയ്തെന്നൊക്കെ. അങ്ങനെ സ്കൂളിന്റെ ആദ്യത്തെ ദിവസം ഇവനും കുറച്ച് ഷൈ ടൈപ്പ് ആയതുകൊണ്ട് കൂടുതൽ ആരോട് സംസാരിക്കത്തില്ല. അങ്ങനെ കുറെ പേര് ബസ്സിൽ കയറി പോകുമ്പോഴാണ് ഇവനും കുറച്ച് തള്ളായതുകൊണ്ട് അടുത്ത ബസ്സിൽ കയറാന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഷോയിഫനും ഇനി അടുത്ത ബസ്സിൽ ഒന്ന് ലേറ്റ് ആവെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറാൻ വേണ്ടി വിളിക്കും. അതിനുശേഷം ഇവർ തമ്മിൽ ചെറിയ ബോണ്ടാകുമ്പോഴാണ് എനിക്ക് സ്കൂളിൽ വെച്ച് പിള്ളേരൊക്കെ റാഗ് ചെയ്യുമ്പം ആ സമയത്ത് ഇവളായിരിക്കും അവിടേക്കൊന്ന് അവനെ രക്ഷിക്കുന്നത്. കാരണം സ്കൂളിൽ പഠിച്ചപ്പോ അവിടെ ഷോയിഫന്റെ രാജ്യ, കാരണം ഇവള് പഠിക്കുന്ന സ്കൂളിൽ ഒരു ആൺകുട്ടിയെ പോലെ ആയിരുന്നു. അതുകൊണ്ട് പിള്ളേരിൽ ഇവള് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് പേടിക്കും. അങ്ങനെ ഒരു ദിവസം കണ്ട് അവള് മഴയത്ത് വെച്ച് അവൻ ഹഗ് ചെയ്യുമ്പം എനിക്ക് ഇവള് പെൺകുട്ടിയാന്ന് അറിയാത്തോണ്ട് അവൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്ത് അവളോട് ദേഷ്യപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഈ സംഭവമൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവനും അപ്പൊ സത്യത്തിൽ ഷൗഷുങ് ഒരു ആൺകുട്ടിയല്ല പെൺകുട്ടിയാന്ന് അവന് ബോധ്യമാകും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വരുത്തിയിരുന്നു. ഇനി ഞാൻ പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ NKയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചാണ്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്കിന്റെ ഒരു ഫുൾ കഥയാണ് നമുക്കിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഇവരുടെ സ്കൂളിൽ വെച്ച് എങ്ങനെയാ പരിചയപ്പെട്ടതെന്ന് നമുക്ക് ആ സ്കൂളിൽ നടക്കുന്ന സംഭവം എല്ലാം കാണിക്കാൻ പോവുക. അങ്ങനെ ആ സമയത്തൊക്കെ ഷോയിഫിനും അവളുടെ കൂട്ടുകാരിയും പിന്നെ ഷൗഷും കൂടെ കട്ടയിൽ ക്ലോസ് ആയിരിക്കും. അങ്ങനെ ഇവർ 3 പേരും അവരുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് അതേസമയം കുറച്ച് പയ്യന്മാര് ഗംഭീരമായിട്ട് അവിടെ വരും. എടാ ഷൗഷുങ്, ആരാടാ നിന്റെ ബോസ്? നിന്റെ ക്ലാസ്സിലേക്ക് വന്നാൽ നിന്റെ ബോസ് ഞങ്ങളെ കടിച്ചു പഞ്ഞിക്കിടുന്ന് പറഞ്ഞില്ലേ, അവൻ എന്തിയെ? ഏതിന് ഇവന്മാരൊക്കെ ചോദിക്കുമ്പോഴാണ് അവന് നൈസിന് ഷോയിഫന്റെ ബാക്കിൽ ചെന്ന് ഒളിഞ്ഞിരിക്കും. ഡാടാ എന്റെ ബോസ് ഇവിടെ നിൽക്കുന്നുണ്ട്, നിനക്ക് കണ്ടൂടെ? ഏതിന് അവളെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇവൻ എന്തോ പണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ പുറത്തേക്ക് ചെല്ലും. അപ്പനാണ് അവന്മാരും ആർക്ക ബലം കൂടുതലെന്ന് പറഞ്ഞ് അവിടുത്തെ മരത്തിനകത്ത് ചെന്ന് ഇടിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഫ്രൂട്ട്സ് തറയിലേക്ക് വീഴുമ്പം കൂടുതൽ ഫ്രൂട്ട്സ് ആരാണ് അടിച്ചു വീഴ്ത്തുന്നത് അവരാ വിന്നർ എന്ന് പറയും. അപ്പനാണ് ഇത് കണ്ട് ഷൗഷുങ്ങും ആദ്യം ഇവന്മാരടിച്ചുകൊണ്ട് ഉള്ള ഫ്രൂട്ട്സ് എല്ലാം പോയി ഇവന്മാർ ഫൗൾ കാണിക്കാന്ന് പറയുമ്പോഴാണ് ഷോയിഫന് പതി അടുത്തേക്ക് ചെന്നിട്ട് ഇതൊക്കെ സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞ് അവൾ ഒറ്റൊരടി അങ്ങ് വെച്ചെടുക്കും. അതോടെ ഇവന്മാരെ കാര്യം കുറെ ഫ്രൂട്ട്സ് അങ്ങ് വീഴും. ഇത് കണ്ട് അവന്മാർ മൊത്തം ഷോക്ക് ആകുമ്പോഴാണ് ഞങ്ങളുടെ ബോസ് ആണോടെ നീയൊക്കെ മത്സരം കളിക്കുന്നതെന്ന് പറഞ്ഞ് ഷൗഷുങ്ങും അവളുടെ കൂട്ടുകാരും കൂടെ കുറച്ച് ഗമയിട്ട് നിൽക്കും. അപ്പോഴാണ് അവന്മാരുടെ ബോസും കൺഫ്യൂസ് ആയി നമ്മുടെ ഷോയിഫനെ കണ്ടിട്ട് ചോദിക്കും, അത് പിന്നെ നീ പെങ്കൊച്ചൊല്ലാണോ? നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഏതിന് അവന്മാർക്ക് സംശയം വരുമ്പോ തന്നെ ഇവള് ദേഷ്യത്തിൽ ഇങ്ങനെ അടിക്കാൻ വേണ്ടി പോകും. അതോടെ അവന്മാരെല്ലാം പേടിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവർ 3 പേരും കൂടെ ഇന്ന് ഷൗഷുങ്ങിന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവന്റെ ചെലവാന്ന് പറഞ്ഞ് പുറത്തെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് അവനാണ് ഇതേപോലെ നമ്മൾ 3 പേര് ഒരുമിച്ച് കോളേജ് ഒരുമിച്ച് പഠിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഷോയിഫൻ അവനോട് പറയും, എടാ മണ്ട, അതിനെ കുറിച്ചൊക്കെ നീ ഇപ്പോഴേ ആലോചിക്കുന്നത്. ഞാനും ഇവളും കൂടെ ഒരേ കോളേജ് ചിലപ്പം പഠിക്കും, പക്ഷെ നീ പാസ്സാകുന്ന തന്നെ വലിയ കാര്യം. നിനക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടാൻ പോന്നെ? നിനക്ക് ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിന്റെ അടുത്ത് നീ ഒരു കട വെച്ചേര്, വല്ല ടെലിഫോൺ ബൂത്ത് വെച്ച് നീ ജീവിച്ചോ. ഏതിന് അവളും പറയുമ്പം ഇത് കേട്ട് അവന് സീരിയസ് ആയിട്ട് എടുത്തിട്ട്, ഓ ആണോ, അതും ഒരു നല്ല ഐഡിയ, എങ്കിൽ പിന്നെ ഞാൻ അടുത്തൊരു കട വയ്ക്കാം. ഏതിന് അവൻ പറയുമ്പോഴാണ് അവളും, എടാ തോൽവി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ, നിനക്ക് പഠിക്കാൻ ആഗ്രഹമൊന്നുമില്ല. ഏതിന് ഇവര് 3 സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേ വഴി കൂടെ NK സ്കൂളിലേക്ക് വന്നത്. അപ്പോഴാണ് ഷോയിഫനും അവനെ കണ്ട് വായി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവരെന്തരും കൂടെ പറയും, ഓ ഇവപ്പൊ നമ്മുടെ സ്കൂളിൽ ഫേമസ് ആയല്ലേ, ഇവന്റെ പുറകെ കുറെ ഗേൾസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഷോയിഫൻ, നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ എടുത്ത് ഇന്ന് ഫുഡിന് ആരാ ചെലവേനെ നോക്കാം. എന്നിട്ട് അവര് 3 പേരും കൂടെ മാച്ച് കളിക്കുമ്പോഴാണ് അത് തോറ്റു വന്നത് ഷോയിഫൻ ആയിരിക്കും. അതോടെ അവളും ചെലവേയാന്ന് പറഞ്ഞിട്ട് NK എവിടെ പോയെന്ന് പറഞ്ഞ് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം അവനാണ് ലോക്കറിൽ നിന്ന് ബാഗ് എടുത്ത് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവിടെ കുറച്ച് പയ്യന്മാരെന്ന് അവനായിട്ട് പ്രശ്നം ഉണ്ടാക്കും. എടാ NK, എന്റെ കൂട്ടുകാരന്റെ ഗേൾഫ്രണ്ടിനെ നീ സെറ്റാക്കാൻ നോക്കുന്നോളാ, അവൻ തന്നെ കഷ്ടപ്പെട്ട വളച്ചിട്ട് നീ അതും എടുത്തോണ്ട് പോകാൻ നോക്കുന്നു. എന്നിട്ട് ഇവന്മാരൊക്കെ വഴക്കുണ്ടാക്കുമ്പോഴാണ് അവനൊന്നും മനസ്സിലാവത്തില്ല, നിങ്ങൾ എന്തോ പറയുന്നത്, എനിക്കൊന്നും ആരും ഇഷ്ടമല്ല. എന്നിട്ട് NKയും പറയുമ്പോഴാണ് അതേസമയം ഷൗഷുങ്ങിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോയിഫൻ അവിടേക്ക് വരും. അപ്പോഴാണ് ഇവന്മാരിങ്ങനെ അടി ഉണ്ടാക്കുന്ന അവൾ അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കും. അതിനെ ശിവന്മാരെല്ലാരും
എല്ലാരും കൂടെ എൻകെയുടെ ബാഗ് വാങ്ങിച്ച് അവന്റെ ബാഗിനകത്തുള്ള ലവ് ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ എടുത്തു കളയുമ്പോഴാണ് ഇത് കണ്ട് എൻകെയും ഇതിനകത്തുള്ള ലെറ്റർ ഉണ്ട് എടുത്തോണ്ടോ പറയും. അപ്പനാണ് അവന്മാരെല്ലാം ദേഷ്യത്തി ഡാടാ നിന്നെ കുറെ ലവ് ലെറ്റർ വരുന്നെന്ന് പറഞ്ഞ് നീ ഞങ്ങളെ കാക്കുവാണോ, നിക്കടാ നിനക്ക് ഞാൻ ഒരു വലിയ പനിഷ്മെന്റ് തരാം എന്നിട്ട് ഇവന്മാരെ അടിക്കാൻ പോകുമ്പോഴാണ് അവിടേക്ക് ഷോയിഫൻ ഓടിയെന്ന് അവന്മാരെ ചവിട്ടിയിടും. ഡാ കൊച്ചുപിള്ളേരെ പേടിപ്പിക്കുന്നോ, ഇവിടെ ഞാനുള്ളപ്പോ അതൊന്നും സംഭവിക്കത്തില്ല എന്നിട്ട് എൻകെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം കൂടി പോകും. കാരണം ഇവന്മാരെല്ലാം കൂടെ അടിച്ചിടാൻ അവളെ കൊണ്ടൊക്കത്തില്ല. അങ്ങനെ അവരെല്ലാരും കൂടെ അടിച്ചിട്ട് ഷോയിഫനും കൂടെ അടിച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് ഇവ രണ്ടേരിട്ട് ഓടിക്കുമ്പോഴാണ് നൈസൻ അവളും അവനെയും വിളിച്ചോണ്ട് മ്യൂസിക് റൂമിൽ ചെന്ന് ഒളിഞ്ഞിരിക്കും. അതിനുശേഷം അവരെല്ലാം പോകുന്നവരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴാണ് അതേസമയം ഇവനാണ് അവന് മിക്കവാറും പോയി കാണുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പിയാനോ ചെന്ന് അവനിങ്ങനെ വായിക്കാൻ തുടങ്ങും. അപ്പനാണ് ഇത് കണ്ട് അവളടുത്തേക്ക് വന്നിട്ട് എടാ കൊച്ചുള്ള നിനക്ക് പിയാനൊക്കെ വായിക്കാറിയാ, എങ്കിൽ പിന്നെ നീ കുറച്ച് മ്യൂസിക് ഇട്ടോ ഞാൻ ഇവിടുന്ന് കേട്ടോളാം എന്നിട്ട് അവളടുത്തിരുന്ന് അവൻ വായിക്കുന്ന ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ അവന് സൂപ്പറായിട്ട് പിയാനോ വായിക്കുമ്പോഴാണ് ഇത് കണ്ട് അവൾ ഇംപ്രസ് ആയിട്ട് ഇവനെപ്പോ മ്യൂസിക് ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് അവനും മ്യൂസിക് ക്ലാസ്സിലൊന്നും പഠിക്കുന്നില്ലെന്ന് പറയും. കാരണം അവന്റെ അച്ഛന് മ്യൂസിക്കിനോടും താല്പര്യമില്ല, അതുകൊണ്ട് അവനത് പഠിക്കുന്നില്ലെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് ഷോക്കായി. സ്വന്തം ഡ്രീമിനെ കളഞ്ഞിട്ട് എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവന് കുറെ മോട്ടിവേഷൻ ചെയ്യും. അപ്പനാണ് ഇത് കേട്ട് അവന് ഷോക്കായിട്ട് അവളോട് ചോദിക്കും എങ്കിൽ പിന്നെ നിന്റെ സ്വപ്നം എന്തോ എന്നിന് എനിക്ക് ചോദിക്കുമ്പോഴാണ് അവളും ഓ എന്റെ സ്വപ്നം ജാവലിൻ ത്രോ, ഞാൻ അതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചാലേ ഈ പിയാനൊക്കെ ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്തങ്ങറിയും എന്നിന് അവളും പറയുമ്പം അവനും കുറച്ച് ഷോക്കായി നോക്കും. അപ്പോഴാണ് അവളും കുറച്ചൊന്നും ഓവറായിട്ട് പറഞ്ഞോ എന്നേ ഉള്ളു, പക്ഷെ ഞാൻ സ്ട്രോങ് ആ, അല്ലാതെ എന്നെ കൊണ്ട് ജാവലിൻ ത്രോയൊക്കെ എറിയാൻ പറ്റുമോ എന്തോ പറയുന്നു. ഇനി വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ മാച്ചിനൊക്കെ പോകുമ്പോൾ നീ നേരിട്ടൊന്ന് കണ്ടോ. പിന്നെ ഈ പിയാനയൊക്കെ ചുമ്മാ ഇവിടെ കിടക്കുന്നേ ഉള്ളു, ആരും വന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിന്റെ അച്ഛൻ സ്കൂളിൽ വന്നൊന്നും നിന്നെ നോക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ നീ പിയാനയൊക്കെ വായിച്ച അതേപോലെ ആ പയ്യന്മാർ നിന്നെ ശല്യപ്പെടുത്തുവാണ് ക്ലാസ് 8ലേക്ക് വന്നേക്ക്, അവിടെ ഞാൻ കാണും. ഏതിന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇവനും പേരെന്തോന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പനാണ് അവൾ ഡ്രസ്സിന്റെ പുറേ ഷൗഷുങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. കാരണം ഇവിടെ അവളെല്ലാരും വിളിക്കുന്ന ഷൗഷുങ് എന്നാ, അത് നമ്മൾ മുമ്പേ പറഞ്ഞ. അതുകൊണ്ട് എൻകെക്ക് അവളുടെ പേര് ഷൗഷുങ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതിനുശേഷം അടുത്ത ദിവസം അവനും അവളെ അന്വേഷിച്ച് അവളുടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടുത്തെ പയ്യന്മാരെല്ലാരും കൂടെ ഷൗഷുങ് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോയെന്നറിയും. ഇത് കേട്ട് അവനും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ ഷൗഷുങ് കാണാൻ ഹാൻസം എന്നറിഞ്ഞ് അവരെല്ലാരും കൂടെ അവന്റെ മാച്ച് കാണാൻ വേണ്ടി പോകും. പക്ഷെ ഇവരൊക്കെ സംസാരിക്കുന്നത് മറ്റേ ഷൗഷുങ്ങിനെ കുറിച്ച്. ഇതറിയാതെ ഇവനും ആ മത്സരം കാണാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നമ്മുടെ ഷോയിഫനാണ് അവളുടെ കൂട്ടുകാരെ കിസ് ചെയ്യുന്നവരെ ചുമ്മാ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് എനിക്ക് തെറ്റിയിരിക്കുന്നത് ഷോയിഫന് ആ പെങ്കൊച്ചിന് ഇഷ്ടമെന്ന് പറഞ്ഞ്. കാരണം ഇവൻ വിചാരിച്ചേക്കുന്ന അവനൊരു ആൺകുട്ടി എന്ന. അതിനുശേഷം അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. കാരണം മ്യൂസിക് ക്ലാസ്സിന്റെ താക്കോല് അവളുടെ കയ്യിലുള്ളത്. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് അവനിപ്പോ ഇവിടെ കൊന്നത്. അതിനുശേഷം അവൾ ഇവനെ കണ്ട് അടുത്തേക്ക് വരുമ്പോഴാണ് അവന് മ്യൂസിക് ക്ലാസ്സിന്റെ താക്കോല് വരുവാൻ ചോദിക്കും. അതോടെ അവളത് എടുത്തു കൊടുത്ത് അവനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം അവളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും കൂടെ വെട്ടി വിഴുങ്ങാൻ സമയമായെന്ന് പറഞ്ഞ് അവരവിടുന്ന് വിളിക്കും. അതിനുശേഷം ഇവൾ അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് എനിക്ക് അവൾ തടഞ്ഞിട്ട് അപ്പൊ താക്കോൽ എപ്പോഴും തിരിച്ചു തരേണ്ടതെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. ഇതോടെ അവളും നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും ക്ലാസ്സിലേക്ക് ചെന്ന് പിയാനോ വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവള് ഫ്രീ സമയത്തൊക്കെ ഇവനെ കാണാൻ വേണ്ടി അവിടേക്ക് വരും. അപ്പോഴാണ് ഇവൻ പിയാനോ വായിക്കുന്നുണ്ട്. ഇവളും കുറെ ഫേമസ് ആയിട്ട് പിയാനോ വായിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ പറയും. അങ്ങനെ അവരെ പോലെ തന്നെ ഇവന് കിടിലായിട്ട് പിയാനോ വായിക്കാന്ന് പറയുമ്പോഴാണ് അവനും പെട്ടെന്ന് ഷോക്കായിട്ട് ഇവൾക്ക് ഫേമസ് ആയ ആൾക്കാരെ കുറിച്ചൊക്കെ അറിയാൻ ചോദിക്കും. അതോടെ ഇവൾക്ക് പിയാനോയോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഇവന് സംസാരിക്കാൻ കുറച്ച് സന്തോഷമാകും. പക്ഷെ അതേസമയം നമ്മുടെ ഷോയിഫൻ വീട്ടിൽ ചെന്നിട്ട് ഇവന് വേണ്ടി മനഃപൂർവ്വം ആ പിയാനോയെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക. അതിനകത്ത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ദിവസം സാറും കുറച്ച് നോട്ട്സ് കൊടുത്തിട്ട് ഇവിടെ ചെന്ന് ക്ലാസ് വയ്ക്കാൻ പറയുമ്പോഴാണ് അതേസമയം സാറിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. അങ്ങനെ അതിനകത്ത് എൻകെയുടെ ബർത്ത്ഡേ മറ്റന്നാളാന്ന് ഇവൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇവള് കൂട്ടുകാരോട് ചെന്നിട്ട് നമുക്കൊരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അവളുടെ കൂടെ ഒരു വമ്പൻ പ്ലാൻ ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരും എനിക്ക് അറിയാതെ അവന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ മറ്റന്നാൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവള് എൻകെക്ക് ഒരു ലെറ്റർ അയച്ചു കൊടുക്കും. അപ്പോഴാണ് അവൻ ആ പേപ്പറിനകത്ത് വായിച്ചു നോക്കുമ്പോൾ സ്കൂളിന്റെ റൂഫ് ടോപ്പിൽ വരാൻ വേണ്ടി അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കും. ഇത് കണ്ട് അവൻ ആ വഴി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ അച്ഛനെ ഫോൺ വിളിച്ച് അവന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ ഉടനെ അവൻ അർജന്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ നമ്മുടെ ഷോയിഫനാണ് അവൻ വരും എന്ന് പറഞ്ഞ് കുറെ സമയമായിട്ട് അവന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവനാണ് പെട്ടെന്ന് ഒരു അർജന്റ് കേസായിട്ട് വീട്ടിലേക്ക് ചെന്ന്. അപ്പോഴാണ് അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടിട്ട് ഇവ മ്യൂസിക് ക്ലാസ്സിലേക്ക് മാറാൻ പോകുന്ന കാര്യം എന്തിനാ വീട്ടിൽ വിളിച്ച് പറയാത്തെന്ന് പറഞ്ഞ് അച്ഛൻ അവനോട് ചൂടാവും. അപ്പോഴാണ് അവനും ദേഷ്യത്തി അവന് താല്പര്യം മ്യൂസിക്കാന്ന് പറയുമ്പോഴാണ് അവന്റെ അച്ഛനും മ്യൂസിക്കും കൊണ്ട് നിനക്ക് ചോറഴിക്കാൻ പറ്റോടെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയും. ഇത് കേട്ട് അവന് വിഷമം വന്നിട്ട് എന്റെ സ്വപ്നം പിയാനോ വായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനും പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് അതേസമയം അമ്മയും അച്ഛനെ ഫോൺ വിളിച്ചിട്ട് ഇന്ന് അവന്റെ ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ച കാര്യമൊക്കെ പറയുന്നത്. അപ്പോഴാണ് പാവ അച്ഛൻ അറിയുന്നത് ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. അതേസമയം ഇവന് റൂമിലേക്ക് ചെന്ന് അവന്റെ പോക്കറ്റൊക്കെ തപ്പി നോക്കുമ്പോഴാണ് അവന് പെട്ടെന്ന്
ഓർമ്മ വരുന്നത് അവൾ റൂഫ് ടോപ്പിൽ വരാൻ പറഞ്ഞ കാര്യമൊക്കെ. അതോടെ അവൻ അപ്പം തന്നെ ഒരു ഇപ്പോഴും ഷോയിഫൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും പറഞ്ഞ് ഇവൻ അവിടേക്ക് ചെല്ലും. അങ്ങനെ അതേപോലെ അവിടെ മഴയത്തും അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇവൾ ആ ടേബിളിന് താഴേക്ക് നിന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവനും കൊടയായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് അവൾ പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ആ ടേബിളിന്റെ താഴേക്ക് നോക്കും. അപ്പോഴാണ് രാത്രി വരെ ഇവൻ വരും എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ ശിവൻ അവളെ വിളിച്ചുണർത്തുമ്പോഴാണ് അവള് സന്തോഷത്തിൽ പുറത്തേക്ക് വരും. ഓ എനിക്ക് ഇപ്പോഴെങ്കിലും വന്നല്ല, ഹാപ്പി ബർത്ത്ഡേ, നീ പെട്ടെന്ന് ഈ ക്യാൻഡിലൊക്കെ ഊതി അണക്കി. എന്നിട്ട് അവളും കേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് അവനെ സന്തോഷത്തിരിക്കും. അങ്ങനെ അവള് മെഴുകുതിരി കത്തിച്ച് വെച്ച് ഇവന് ബർത്ത്ഡേ വിഷ് പറയുമ്പോഴാണ് ഇവന്റെ സ്വപ്നം എല്ലാം വിജയിക്കണം എന്നറിഞ്ഞ് അവളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് അവനൊന്ന് വിശ്വസിക്കാൻ പറ്റാതെ എന്തിനാ എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവളോട് ഒഴിക്കുമ്പോഴാണ് അവളൊന്നും പറയാൻ ചെറുതായിട്ട് ഷൈ ആയിക്കൊണ്ടിരിക്കും. കാരണം ഇവൻ അറിയത്തില്ല ഇവൾക്ക് അവൻ ഇഷ്ടമെന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ അവളത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഇടി അടിച്ചുടനെ ഇവള് പേടിച്ച് അവനെ ചെന്ന് ഹഗ് ചെയ്യും. അപ്പോഴാണ് അവൻ മൊത്തത്തിൽ ഷോക്കായി പോവും. ഇവന്റെ ഉദ്ദേശം തന്നെ വേറെയാണ്. കാരണം അവന്റെ മനസ്സിൽ ഇവളൊരു ആൺകുട്ടിയാണ്. അതോടെ അവനും പെട്ടെന്ന് നീ എന്തുവാണ് ഇപ്പൊ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഷോയിഫനോട് ദേഷ്യപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോഴാണ് ഇത് കണ്ട് ഇവള് വിഷമിച്ചിട്ട് നമ്മൾ ചെയ്ത തെറ്റായിപ്പോന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞിട്ട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എനിക്കും സത്യത്തിൽ ഇവള് തന്നെയാണോ സ്കൂളിൽ പഠിച്ച ഷൗഷങ് എന്ന് നേരിട്ട് അവളോട് ചോദിക്കാൻ വേണ്ടി വീണ്ടും കോളേജിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവര് മൂന്നുപേരും കൂടെ അവിടേക്ക് നടന്നു വരുമ്പം ഇവന് ഫ്രണ്ട് വന്നിട്ട് ചോദിക്കും നിന്റെ പേരെന്തുവാ, സത്യം പറ. ഏതിന് ഇവനും ചോദിച്ചോടെ അവള് മൊത്തം ഷോക്കായി പോകും. എന്റെ പേരെന്തുവാ, ഷോയിഫൻ, എന്തോ പറ്റി. ഏതിന് ഇവര് മൂന്നുപേരും കൂടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവള് ഷൗഷങ് എന്ന് പറയുന്നതായിരിക്കും വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇവൾ ആ പേര് തന്നെ പറയാത്തോണ്ട് ഇവനത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് മറ്റേ ഷൗഷങ് നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോഴാണ് എനിക്കും പൈസ ഞാൻ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞ് അവൻ ഐസിന് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ഷോയിഫനും എനിക്ക് ആലോചിച്ച് അവള് കുറെ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ഷൗഷങ്ങും എടി ഷോയിഫൻ, നിനക്ക് പ്രേമിക്കാൻ വേറെ ആൺകുട്ടിയൊന്നും കിട്ടിയില്ല, അവനെ തന്നെ പ്രേമിക്കണം, നിനക്ക് ഞാനുണ്ട്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് ഇത് കിട്ട് അവളുടെ കൂട്ടുകാരി അവന് മിണ്ടായിരിക്കാൻ പറയും. അങ്ങനെ ഷോയിഫ മൊത്തം ഡ്രിങ്ക് ആകുമ്പോഴാണ് അവനും ബില്ലടച്ചിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം കൂട്ടുകാരി അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവൾ അവിടുത്തെ ബോട്ടിലൊക്കെ തട്ടിക്കളയും. ഇതോടെ കൂട്ടുകാരി അതൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പം ഇവളാണ് അവിടെ ഉള്ളവരൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചേട്ടാ കുറച്ച് ചിക്കൻ തരുമോ, ഞാൻ വേണേ കൂട്ടുകാരോട് പൈസ തരാൻ പറയാം. എന്നിട്ട് ഇവള് സംസാരിച്ചിട്ട് നൈസിന് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവള് പോയ കാര്യമൊന്നും ഇവർക്കറിയത്തില്ല. അങ്ങനെ അന്ന് രാത്രി എനിക്ക് അവിടെ നിന്ന് പിയാനൊക്കെ വായിച്ചിട്ട് ഒന്നും കൂടെ ഷോയിഫനെ വിളിച്ച് ഉറപ്പുവരുത്താന്ന് പറഞ്ഞ് അവൾക്ക് ട്രൈ ചെയ്യും. അപ്പോഴാണ് അതേസമയം ഇവനെ കാണാൻ വേണ്ടി തന്നെ അവൾ അവിടേക്ക് വരും. ഓ എനിക്ക് കാണാൻ നല്ല ക്യൂട്ടാണല്ലോ മോനെ. എന്നിട്ട് ഇവളടുത്തേക്കും സംസാരിക്കുമ്പോഴാണ് ഇവന് മനസ്സിലാവും ഇവള് മൊത്തത്തിൽ ഫിറ്റ് ആയിരിക്കുമെന്ന്. അതോടെ അവൾ അവനെ ഹഗ് ചെയ്തിട്ട് ഞാനിന്ന് ഫിറ്റ് അല്ലടാ കുട്ടാന്ന് പറഞ്ഞ് അവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവളും ഇതായിരിക്കും നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്യും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ആൽക്കഹോൾ കുടിക്കുന്ന നല്ല കാര്യമല്ലെന്ന് മോൾക്ക് അറിയത്തില്ല, ഒരു അത്ലറ്റ് ആയിട്ട് നിനക്ക് അറിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഷോയിഫന്റെ അഭിപ്രായം എന്തുവാ ഞാൻ വെള്ളം അടിച്ചെന്നോ? ഞാൻ സ്നാക്സ് അടിക്കാൻ വേണ്ടിയ ഫ്രണ്ട്സുമായിട്ട് പോയ അവരെന്നെ ഫോഴ്സ് ചെയ്ത് കുടിപ്പിച്ച, ഇത് അവരുടെ തെറ്റാ. എങ്കിൽ പിന്നെ മോൾ എന്തിനാ എനിക്ക് ചെന്ന് കിസ് ചെയ്ത? നിന്റെ ഡ്രീം ലവറിനെ കിസ് ചെയ്തപ്പോ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്ത അത് ഞങ്ങളോട് പറ. അതിപ്പോ ഞാനെങ്ങനെ നിങ്ങളോട് പറയുന്നത്? അവനൊരു വലിയ കിഴങ്ങനെ പോലെ തലയായിരുന്നു. അതിന്റെ അടുത്തേക്ക് ഞാൻ പോയപ്പോ തന്നെ മൊത്തത്തിൽ ഞാൻ തകർന്ന് പൊട്ടിപ്പോയി. പ്രധാനമായിട്ട് ഞാൻ കിസ് ചെയ്യാൻ പോയതല്ല, ചുമ്മാ അടുത്തേക്ക് പോയതാ. പിന്നെ എന്തായാലും അതൊരു കിസ്സായി പോയി. അതുകൊണ്ട് ഞാനും അതിനെ എതിർത്തില്ല. എടി നീ എനിക്ക് കിസ് ചെയ്തോ എന്നിനെ കൂട്ടുകാർ ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും പിന്നല്ലാതെ ചെറുക്കൻ ചുമ്മാ അടുത്ത് നിന്നോണ്ടിരുന്ന നൈസിന് ഞാൻ അടുത്തേക്ക് ചെന്ന് കിസ് ചെയ്ത് എന്നിനെ ശൗഷ്യം നാണിക്കുമ്പോഴാണ് അതിനേക്കാളും കൂട്ടുകാർ നാണിക്കും. എടി എന്നിട്ട് എന്തോ സംഭവിച്ചേ, എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറ. എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവളും ഡീറ്റെയിൽ ആയിട്ടോ, അയ്യേ നിനക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയണോ? എങ്കിൽ പിന്നെ പുറത്തേക്കോ, അവിടെ വെച്ച് ബാക്കി കാര്യം ഞാൻ തന്നെ തള്ളിത്തരാം. എന്നിന് ഇവരുടെയും കൂടെ പുറത്തേക്ക് പോകും. അതേസമയം ഇവിടെ എനിക്കാണ് ഇന്നലെ കിസ് ചെയ്ത് ആലോചിച്ച് ചെറിയ ഷോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ സൈലന്റ് ആയിട്ടിരുന്ന അവസാനം ഒരു പെങ്കൊച്ചിനെ കിസ് ചെയ്തെന്ന് അവന്മാര് കിട്ട കളിയാക്കുമ്പോഴാണ് ഇവനാണ് പഴയതൊക്കെ ഓർത്ത് വെക്കും. ഇതേപോലെ അന്ന് ഷോയിഫാൻ ഹഗ് ചെയ്തപ്പോ അതിനേശം ഇവൻ അവളായിട്ട് മിണ്ടി കാണത്തില്ല. അങ്ങനെ അവന്റെ അച്ഛനും ഇവന്റെ സ്വപ്നം എന്തോന്ന് മനസ്സിലാക്കി ഇവനെ മ്യൂസിക് ക്ലാസ്സിൽ തന്നെ ചേർക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. അങ്ങനെ അതിനുവേണ്ടി ഇവർ സ്ഥലം മാറി പോകുമ്പോഴാണ് എനിക്കും അവസാനമായിട്ട് ഷോയിഫാനെ കാണണമെന്ന് പറഞ്ഞ് അവൻ സ്കൂളിലേക്ക് ചെല്ലും. പക്ഷെ അതേസമയം അവളാണ് ഇന്ന് ജാവലിൻ ത്രോ ഒരു മാച്ച് ഉള്ളതുകൊണ്ട് അവൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇപ്പൊ മത്സരത്തിന് പോയാൽ തിരിച്ചു വരാൻ കുറെ നാളെടുക്കും എന്ന് പറഞ്ഞ്
അവസാനമായിട്ട് അവളും എനിക്ക് കണ്ണെന്ന് പറഞ്ഞ് തിരിച്ചാ സ്കൂളിലേക്ക് കയറി ചെല്ലും. അങ്ങനെ അവള് മ്യൂസിക് ക്ലാസ്സിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴാണ് അവനങ്ങ് അവൻ കാണത്തില്ല. കാരണം അവനിപ്പോ അവന്റെ അച്ഛനായിട്ട് സ്ഥലം വിടാൻ പോവാ. ഇതറിയാതെ ഇവളും അവന് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവളുടെ കോച്ച് ഫോൺ വിളിച്ച് ബസ് എടുക്കാൻ പോകുന്ന കാര്യം പറയും. അതോടെ അവളും എനിക്ക് കാണാൻ പറ്റാത്ത വിഷമത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവള് പോയ കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് അവളെ അന്വേഷിച്ച് സ്കൂളിലേക്ക് വരും. കാരണം അവസാനമായിട്ട് അവളെ കൊണ്ടും സംസാരിക്കണമെന്ന അവന്റെ ആഗ്രഹം. പക്ഷെ ഇവൻ കുറെ തപ്പി നോക്കിയിട്ട് അവളങ്ങ് അവിടെ കാണത്തില്ല. അപ്പോഴാണ് ആ മ്യൂസിക് ക്ലാസ്സിൽ അവൾ പോകുന്ന വഴിക്ക് അവളുടെ പോക്കറ്റിൽ നിന്ന് അവളുടെ ക്യാൻഡി ബോക്സ് കളഞ്ഞു ഇതും എടുക്കുന്നത്. അങ്ങനെ ഇതായിരിക്കും അവനിപ്പോ കോളേജിൽ കൈവച്ചോണ്ടൊക്കെ നടക്കുന്നത്. അവളുടെ ഓർമ്മയ്ക്ക് ഇവനത് സൂക്ഷിച്ചു വെച്ചേക്കുക. അങ്ങനെ അതിനുശേഷം പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ അച്ഛനും അവൻ ഇഷ്ടപ്പെട്ട കോളേജിൽ വയ്ക്കാൻ പറയുമ്പോഴാണ് ഇവൻ ഓർത്ത് വെക്കുന്നത് ഷോയിഫാൻ എപ്പോഴും പറയാറുണ്ട് അവൾക്ക് ജാവലിൻ ഇഷ്ടമുള്ളതുണ്ട്, അവൾ സുഹു എന്ന് പറഞ്ഞൊരു കോളേജിൽ ചേരാൻ പോവാന്ന്. അപ്പോഴാണ് ഇതാലോചിച്ചിട്ട് അവനും ആ കോളേജ് തന്നെ ചേരണം എന്ന് പറഞ്ഞ് അവൻ ആദ്യം അഡ്മിഷൻ ഇട്ട് കൊടുക്കും. അങ്ങനെ കോളേജിന്റെ ആദ്യ ദിവസം ഇവന് ലിസ്റ്റിൽ ചെന്ന് ഷൗഷുങ്ങിന്റെ പേരുണ്ടെന്നാ നോക്കുന്നത്. അങ്ങനെ ലിസ്റ്റ് മൊത്തം വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് ഷോയിഫനെ കാണത്തുള്ളൂ, ഷൗഷുങ് കാണത്തില്ല. കാരണം അളിയനിപ്പ അറിയത്തില്ല അവൾ കോളേജിൽ അവളുടെ പേര് ഷോയിഫൻ ആക്കിയ കാര്യമൊന്നും. അതിനുശേഷം അവൻ അപ്സെറ്റായി അവിടെ നിന്ന് പോകുമ്പോഴാണ് അതിനുശേഷമാണ് ആ സ്റ്റേജ് വെച്ചൊക്കെ അവളൊന്ന് ഇവന് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞപ്പോ ഷൗഷുങ് അവളുടെ കൂട്ടുകാരോടും സംസാരിച്ചോണ്ടിരിക്കും. എടി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഹഗ് ചെയ്തപ്പോ തന്നെ പിന്നെ വന്ന് എന്നെ കണ്ടിട്ട് പോലില്ല. ഇപ്പൊ ഞാൻ അവനെ കിസ് ചെയ്ത് ഇനി എത്ര വർഷം എന്നെ കാണാതിരിക്കും എന്ന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയും ഓ പിന്നെ നിങ്ങൾ വലിയ കപ്പിൾസ് അല്ലേ, നീയായിട്ട് കുറെ ആലോചിച്ച് കൂട്ടാതെ അവൻ വന്ന് സംസാരിക്കുന്നതിന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നീയായിട്ട് എന്തെങ്കിലും പോയി സംസാരിക്കും ഏതിനെ കൂട്ടുകാരി അവൾ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ എനിക്കാണ് അവൾ അന്വേഷിച്ച് ആ ജിമ്മിലേക്ക് വരും. എന്നിട്ട് അവനും പോകണോ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഷൗഷുങ് വന്ന് ഇവനെ കാണും. അതിനുശേഷം ഇവരണ്ടിനും പുറത്തേക്ക് ഇങ്ങനെ പോയി സംസാരിക്കും. ഷോയിഫാൻ നീയല്ലേ ഷൗഷുങ്, സ്കൂളിൽ പഠിച്ചപ്പോ നിനക്ക് മുടിയൊന്നും ഇല്ലായിരുന്നല്ലേ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ നിനക്കെന്നെ ഓർമ്മയുണ്ടോ, ഞാൻ വിചാരിച്ചു നീ മറന്നുപോയെന്ന്, ഞാൻ ജസ്റ്റ് എന്റെ മുടി മാത്രം ഒന്ന് കുറച്ചെന്നേ ഉള്ളു, പിന്നെ പേര് മാറ്റി, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും ഓ ജസ്റ്റ് മുടിയും പേര് മാത്രം മാറിയതേ ഉള്ളു, അല്ലാതെ ജെൻഡർ ഒന്നും മാറിയിട്ടില്ല എന്നിന് ഇവന് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. കാരണം സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ടേ പാവൻ അവളൊരു ആൺകുട്ടിയായിട്ടാണ് വിചാരിച്ചോണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അങ്ങനെ ഇവരുടെയും ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളും ഇന്നലത്തെ കിസിനെ കുറിച്ച് സംസാരിക്കാൻ വരും. എനിക്ക് ഇന്നലെ നടന്ന കാര്യമില്ല ഞാനും നീയും കൂടെ എന്നിന് ഇവള് പറയാൻ വരുമ്പോഴാണ് അവനും ഞാനും നീയും കൂടെ ഇന്നലെ എന്തുവാ ചെയ്തത്, സോറി എനിക്കൊന്നും മനസ്സിലായില്ല എന്നിന് അവൻ ആക്ട് ചെയ്യുമ്പോഴാണ് അവളും അപ്പൊ ഇന്നലെ ഞാനും നീയും തമ്മിൽ ഒന്നും നടന്നില്ല, ഒരു ഞാൻ വെള്ളം അടിച്ചോണ്ട് അതൊക്കെ തോന്നിയതാണ് ഷേ എന്നിന് ഇവള് കൺഫ്യൂസ് ആകുമ്പോഴാണ് അവനും ശരി ശരി ഇനി മേലെ നീ വെള്ളം അടിക്കല്ലേ എന്നിന് അവൻ അവളെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് ഒരു വ്യക്തിയും വരും. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം, വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഒരാളുടെ ഫീസ് ഞങ്ങൾ കാർ ഓട്ടിക്കാൻ പഠിപ്പിച്ചു തരാം, എന്തോ പറയുന്നു എന്നിന് അയാളൊന്ന് പരസ്യം ചെയ്യുമ്പോഴാണ് ഷൗഷുങ് നൈസിനെ പേടിച്ചിട്ട് കാറൊക്കെ ഓട്ടിക്കണം എന്ന് പറഞ്ഞ് അവൾ നൈസിന് മുങ്ങാൻ നോക്കും. അപ്പോഴാണ് എനിക്കും അവന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഡീൽ നോക്കി പറയുമ്പോഴാണ് ഇത് കേട്ട് ഇവള് മനസ്സിലായിരിക്കും എന്തായാലും ഷൗഷുങ് കാർ ഓട്ടിക്കാൻ പോയാ ഇവന്റെ കൂടെ അല്ലേ പോകുന്നത്, അങ്ങനെയാണ് കുറെ ടൈം എനിക്കയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം എന്നിന് ഇവള് മനസ്സിൽ സന്തോഷപ്പെട്ടിട്ട് അവന്റെ കൂടെ പോകാൻ വേണ്ടി തീരുമാനം എടുക്കും. അപ്പോഴാണ് ഇതേ സമയം കുറച്ച് ദൂരെ ഇരുന്ന ഒരുത്തൻ ക്യാമറയിൽ എനിക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എടാ മാങ്ങാണ്ടി, രാവിലെ തൊട്ട് ഇവൻ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇവനാണ് നീ ഫോളോ ചെയ്യാൻ പറഞ്ഞ, വെറുതെ എന്റെ വില മൊത്തം പോയി എന്നിന് അവൻ ഒരാൾ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇവന് എനിക്ക് തമ്മിൽ എന്തോ ബന്ധമൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അതിനുശേഷം നാളെ ക്ലാസ്സിലാത്തോണ്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാന്ന് പറഞ്ഞ് എനിക്ക് ഷൗഷിങ്ങിന് വിളിക്കും. അങ്ങനെ അവന് നാളെ അവളെ കാണണം എന്ന് പറഞ്ഞ് കുറച്ച് ലുക്കാകാൻ വേണ്ടി അവന്റെ കൂട്ടുകാരെ സഹായം ചെയ്യിക്കും. അങ്ങനെ അവനാണ് ചുമ്മാതിരിക്കുമ്പോൾ അവന്റെ മുടിയൊക്കെ കൊളവാക്കുന്ന അവന്റെ പരിപാടി, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് തന്നെ അത് ചോദിച്ചു വാങ്ങിക്കുമ്പോൾ ഇവൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ മുടി മൊത്തത്തിൽ കൊളവാക്കിയാൻ കൊടുക്കും. അതേപോലെ ഇവിടെ ഷൗഷുങ്ങും നാളെ എനിക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഇവരേതോ ഡേറ്റിങ്ങിന് പോകുന്ന പോലെയൊക്കെ ഫുള്ള് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് ഇവളുടെ കോലം കണ്ട് കൂട്ടുകാരിയും എടി ഷൗഷുങ് നീ നാളെ കാർ ഓട്ടിക്കാനല്ലേ പോന്നെ, എന്തിനാ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിച്ചേക്കുന്നത്, ഫ്രണ്ടിൽ എന്തുവാ മൂക്കള തുടയ്ക്കാൻ വേണ്ടി കർച്ചീഫോ, എടി നീ ഇങ്ങനെ ഹീൽസ് ഒക്കെ ഇട്ടോണ്ട് പോവല്ലേ, നീ കാർ ഓട്ടിക്കാനാ പോന്നെ, നിനക്ക് ഞാൻ ഒരു നല്ല ഡ്രസ്സ് ചൂസ് ചെയ്യാം എന്നിട്ട് ഇവരണ്ടേരും കൂടെ നാളത്തെ കോസ്റ്റ്യൂം എല്ലാം ചൂസ് ചെയ്തിട്ട് രാത്രി ഫുള്ള് സ്വപ്നം കണ്ടോണ്ടിരിക്കും നാളത്തെ ദിവസത്തിനെ കുറിച്ച് ആലോചിച്ച്. അങ്ങനെ അടുത്ത ദിവസം ഇവരും ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോഴാണ് എനിക്ക് ഇവളുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് അവൻ മൊത്തത്തിൽ ഇംപ്രസ് ആവും. അപ്പരാണ് അവളും ഓ എനിക്ക് നാള് മൊത്തത്തിൽ മാറിയല്ലേ, മുടിയക്കാരെ ഇങ്ങനെ പൊക്കി വെച്ച എന്നിട്ട് ഇവള് ചോദിക്കുമ്പോ തന്നെ അവന് നാണം വരും. അതിനുശേഷം അവനും നമുക്ക് ഡ്രൈവിംഗ് ആദ്യം പഠിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം കാറിന്റെ അകത്തേക്ക് കയറും. അതിനുശേഷം അവന് കിടിലായിട്ട് ആ കാറൊക്കെ ഓടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് ഷൗഷുങ്ങും എന്റെ പോനെ നിന്നെ കാർ ഓട്ടിക്കാനൊക്കെ അറിയാവോ, എന്നിട്ടാണ് ക്ലാസ്സിനൊന്ന് നേരെ ടെസ്റ്റിങ്ങിന് പോയി ലൈസൻസ് എടുക്കത്തുന്നത് ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും അത് പിന്നെ ഇന്നലെ ഇങ്ങനെ പറഞ്ഞല്ലേ ഒരാളുടെ ഫീസ് കൊടുത്ത രണ്ടുപേർക്ക് കയറാന്ന്, അതുകൊണ്ടാ വന്നെ, എങ്കിൽ പിന്നെ നീ അടുത്തേക്ക് കയറി നിന്നെ അദ്ദേഹം വിളിച്ചായിരുന്നു ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും മൊത്തത്തിൽ പേടിച്ചോ എന്തുവാ അതിനും അങ്ങേര് എന്നെ വിളിച്ചോ, ഇയാൾക്ക് ഇവിടെ നിൽക്കുന്ന വേറെ ആരും വിളിച്ചാ പോരെ ഞാൻ തന്നെ വരണോ എന്നിന് അവളും പേടിച്ചോണ്ട് ആ കാറിന്റെ അകത്തേക്ക് കയറും. അപ്പോഴാണ് അങ്ങേര് ഇവളെ കണ്ടിട്ട് കുറച്ച് അഡ്വൈസ് ചെയ്യാൻ തുടങ്ങും. മോളെ നീ പേടി
പേടിക്കല്ലേ, നീ പേടിച്ചാൽ ഞാനും പേടിക്കും. ഓക്കെ, ഇനി വണ്ടിയൊക്കെ ഓണാക്കി മോള് പതിയെ ബാക്കിലോട്ട് തിരിച്ചോ. എന്നിട്ട് അങ്ങേര് പറയുമ്പോഴാണ് ഇവൾ ഇപ്പൊ തിരിച്ചുതരാന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് ചെന്നങ്ങ് ഇടിച്ചിടും. അതോടെ അയാൾ മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് ഓ ഇത്രയും സ്പീഡിലൊന്നും വേണ്ട, വെയിറ്റ് ചെയ്യ്, മോള് പേടിക്കണ്ട, ഒന്നും കൂടെ പതിയെ വണ്ടി ഓണാക്കിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചോ. മോളത് ഇൻഡിക്കേറ്റർ അല്ല വൈപ്പറാ. എന്നിട്ട് അങ്ങേര് പറയുമ്പോഴാണ് അവളും പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് സോറി സാറേ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അതിനല്ലേ ക്ലാസ്സിന് വന്നേക്കുന്നത്, പ്ലീസ് എന്നെ ക്ഷമിക്കണം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അങ്ങേരും ഓക്കെ മോളെ, പക്ഷെ എനിക്ക് ഈ സഹതാപം ഇല്ല, ഞാൻ പുറത്ത് നിന്നിട്ട് കുറച്ച് ചില്ല് ചെയ്തിട്ട് വരാം. എടാ എനിക്ക് ഒന്നീ കൊച്ചിന് കാർ ഓടിക്കാൻ പഠിപ്പിച്ചോട്, ഞാൻ ഇപ്പൊ വരാം. അതിനെ പഠിപ്പിക്കാൻ വന്ന ആള് ഇവളെ കണ്ടു പേടിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം എനിക്ക് അകത്തേക്ക് കയറിയിരിക്കുമ്പോഴാണ് അവൾ അവനോട് പറയും സോറി, എനിക്ക് വലുതായിട്ട് ഓടിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വൈപ്പറൊക്കെ ഓണായി പോന്നെ. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും ഓ അതൊന്നും കുഴപ്പമില്ല, നിനക്ക് ജസ്റ്റ് പേടിയേ ഉള്ളു, അല്ല നിനക്ക് ഓട്ടിക്കാൻ അറിയാത്തോണ്ടൊന്നുമില്ല, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ദാ ഇവിടെ കാണുന്ന വൈപ്പർ, പിന്നെ ഇൻഡിക്കേറ്റർ അപ്പുറത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ അടുത്തേക്കൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതോടെ അവനും വണ്ടി ഓട്ടിക്കാനല്ലേ വന്നേന്ന് പറഞ്ഞ് നൈസിന് പുറമോട്ടങ്ങ് മാറും. അപ്പോഴാണ് അവള് നാണിച്ചിട്ട് വീണ്ടും ഇൻഡിക്കേറ്ററിന്റെ പകരം വൈപ്പർ അങ്ങ് ഓണാക്കി ഇടും. ഇത് കണ്ട് അവനും ചിരിച്ചിട്ട് അവൾക്ക് അത് നല്ല രീതിക്ക് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ആ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് ഓ എനിക്ക് ഇത്രയ്ക്ക് എളുപ്പമായിരുന്നു, എന്നിട്ടാണ് അങ്ങേര് പറഞ്ഞുതരാൻ പേടിച്ചിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയെ, ഇപ്പൊ ഞാൻ കാർ ഓടിച്ച് കാണിക്കാം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ ഈ തവണ നീ ഓടിക്കണം, കാരണം ഇതുവരെ ഞാൻ ഓടിച്ചോണ്ടിരുന്നത്, ഓക്കെ നിന്നെ കൊണ്ട് പറ്റും. എന്നിട്ട് ഇവർ രണ്ടും കൂടെ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം ഇതൊക്കെ ആലോചിച്ച് ഷൗഷുങ്ങും ജിമ്മിലേക്ക് വന്ന് അവരോട് ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവർ രണ്ടും കൂടെ ബോസ് നീ എനിക്കും കൂടെ എന്തുമായിരുന്നു പോയിരുന്നു പഠിച്ച, കുറെ ക്ലാസ് എടുത്തു കാണുമല്ലേ. എന്നിട്ട് ഇവർ ചോദിക്കുമ്പോഴാണ് അവളും എന്തുവാടെ ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിനെ പോയ, അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റൊമാൻസ് ചെയ്യാനല്ല. എന്നിട്ട് അവൾ നാണിച്ചിരിക്കുമ്പോഴാണ് അവർ രണ്ടിനോട് കളിയാക്കാൻ തുടങ്ങും. ഓ പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഇന്നലെ ഫുള്ളും ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരിക്കുട്ടിയാകാൻ നോക്കിയ ബോസ് ചുമ്മാ തള്ളാതെ ഇന്ന് ഫുള്ളും അടിച്ചു പൊളിച്ചെന്നാ തോന്നുന്നു. എന്നിട്ട് അവളും കളിയാക്കുമ്പോഴാണ് ഷൗഷും മൊത്തം നാണിച്ചു വരികയും. അതിനുശേഷം അവളും നാളെ എനിക്കേടോടെ പുറത്ത് ഡ്രൈവിങ്ങിന് പോകാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരി ഷോക്ക് ആയിട്ട് എടി നാളെ ഡ്രൈവിങ്ങിന് പോകുന്നോ, ലൈസൻസ് ഇല്ല നിങ്ങൾക്ക് കാർ ഓടിക്കാൻ പറ്റുമോ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് ഇവളും ആർക്കറിയാം എനിക്കേ പറഞ്ഞ് ഓടിക്കാൻ പറ്റുമെന്ന്, എനിക്കേ പറഞ്ഞ എല്ലാം ശരിയായിരിക്കും. എന്നിട്ട് അവൾ ഇവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം എനിക്കേയും അവളെ കാർ ഓടിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അവന്റെ കാറുമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മളൊരു സത്യം അറിയുന്നത് എനിക്ക് ലൈസൻസ് ഉണ്ടെന്ന്. കാരണം അവൻ ഈ ചാൻസ് യൂസ് ചെയ്ത് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച, അതുകൊണ്ട് അവൻ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ ചേർന്ന്. എന്നിട്ട് ഷൗഷും അവിടെ വരുമ്പോഴാണ് നൈസിന് ഇവനും ആ ലൈസൻസ് അങ്ങ് ഒളിച്ചു വയ്ക്കും. അപ്പോഴാണ് അവൾ ഇവനെ കണ്ടിട്ട് ഓ എനിക്ക് നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ. എന്നിട്ട് അവൾ അടുത്തേക്ക് ചെല്ലുമ്പം ഞാൻ ഇപ്പൊ വന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് കള്ളം പറയും. അതിനുശേഷം അവൾ കാറിനകത്ത് കയറാൻ നോക്കുമ്പോഴാണ് ബാക്കിലെ സീറ്റ് ഫുള്ളും സ്നാക്സ് ആയിരിക്കും. എന്റെ അമ്മ ഇത് ഫുള്ളും വെട്ടി വിഴുങ്ങാൻ വേണ്ടിയാണോ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ആ ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചത്, നമുക്ക് കാറിൽ പോകുമ്പോൾ കഴിച്ചോണ്ടേ പോവാം. എന്നിട്ട് അവൻ അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളും നീ കാർ ഓടിച്ച് പഠിപ്പിക്കാനല്ലോ വന്നേ, എങ്കിൽ പിന്നെ അങ്ങോട്ട് റൈറ്റ് സൈഡ് കുറച്ച് സ്ഥലമുണ്ട്, ഞാൻ അവിടെ നിന്ന് ഓടിച്ച് ഓടിച്ചോളാം. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും ആ നമുക്ക് പഠിക്കാം, പക്ഷെ അതിനുമുമ്പ് ഞാൻ കുറച്ച് സമയം കാർ ഓടിക്കാം, ഞാൻ ഓടിക്കുന്നുണ്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും ആ അത് ശരിയാ, നീ കാർ ഓടിച്ചോ, ബാക്കി കുറെ സ്നാക്സ് ഉണ്ടല്ലേ, ഞാൻ അതും കഴിച്ചോണ്ട് നീ ഓട്ടിക്കുന്ന കണ്ടോണ്ടിരിക്കാം. എന്നിട്ട് അവൾ അതിൽ നിന്ന് സ്നാക്സ് എടുത്ത് അവന് കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് അത് അവന്റെ വായനകത്തുണ്ടെന്ന് പറഞ്ഞ് അവൾ ജസ്റ്റ് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഫ്രണ്ട് ഒരു പട്ടിക്കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഇത് കണ്ട് പേടിച്ച് പെട്ടെന്ന് ആ വണ്ടി അങ്ങ് വളയ്ക്കും. അതോടെ ആ പട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇവ രണ്ടുപേരും കാറ് ചെന്നും കുടുങ്ങും. അപ്പോഴാണ് അവളും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കുഴപ്പമില്ല എനിക്ക് പട്ടിക്കുട്ടിയൊക്കെ ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്, ഇനി നമ്മുടെ കാറിന്റെ അവസ്ഥ എന്തോ എന്ന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും കാറിന്റെ അവസ്ഥ മൊത്തത്തിൽ പുകയായി, ഇനി ടയർ മാറ്റിയാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ, ഞാൻ ഇവിടെ വല്ല സർവീസ് ഉണ്ടോ നോക്കട്ടെ. എന്നിട്ട് അവന് ഫോണിലൊക്കെ നോക്കുമ്പോഴാണ് ഇവിടെ അടുത്തങ്ങ് ഒരു സർവീസും കാണത്തില്ല. അപ്പോഴാണ് ഇത് കേട്ട് അവളും അയ്യോ എങ്കിൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യാൻ പോന്നെ, നമ്മുടെ വീട്ടിൽ നിന്ന് കുറെ സ്ഥലം ഇങ്ങോട്ട് വന്ന് ഇനി ഇവിടെ പെട്ടുപോകുമോ. എന്നിട്ട് അവരവിടെ ട്രാപ്പ് ആയിരിക്കുമ്പോഴാണ് ഇവിടെ ഷൗഷുങ്ങിന്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നത്. എടാ ഷൗഷുങ് എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നില്ല, അവർക്ക് രണ്ടുപേർക്ക് ലൈസൻസ് ഇല്ല, പിന്നെങ്ങനെ കാർ ഓടിച്ചോണ്ട് പുറത്തേക്ക് വന്ന് പോലീസൊക്കെ കണ്ട സീൻ ആവത്തില്ല, അവൻ നമ്മുടെ ബോസിനും കൂടെ അറസ്റ്റ് ചെയ്യിപ്പിക്കോ. എന്നിട്ട് ഇവള് പേടിക്കുമ്പോഴാണ് അവനും ഓ നമ്മുടെ ബോസിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, നീ പേടിക്കേണ്ടത് എനിക്ക് ഓർത്ത, കാരണം എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ബോസ് എല്ലാരും അടിച്ച് പഞ്ഞിക്കിടും, പാവായി എനിക്കെയാ പേടിച്ചൂറി, അവനും നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ജസ്റ്റ് റിലാക്സ് ചെയ്യ്. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അവൾ അവനെ തന്നെ ഇങ്ങനെ തുറച്ചു പോയിക്കൊണ്ടിരിക്കും. ഇതോടെ അവനും ചിരിച്ചിട്ട് എന്തോ പറ്റി മോളെ, കുറെ സമയം അളിയനെ നോക്കി എന്നോട് ഇഷ്ടമായി പോയാ, കുഴപ്പമില്ല ഇത് കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും പോകത്തില്ല. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും ഒന്ന് പോടെ ഇറക്കാം, ഞാൻ അതുകൊണ്ടല്ല നിന്നെ നോക്കിയ, നിനക്ക് നമ്മുടെ ബോസ് ഷൗഷങ്ങിന് ഇഷ്ടമല്ലേ, എന്നിട്ട് നീ അവൾ എനിക്കായിട്ട് പോകുന്ന കണ്ടിട്ട് നിനക്ക് വിഷമമൊന്നും തോന്നിയില്ല. എന്നിട്ട് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും ഞാനെന്തിനു വിഷമിക്കുന്നത്, അവരുടെ ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിനല്ലേ പോയ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും ഡാഡാടാ ചുമ്മാ നീ ടോപ്പിക്ക് മാറ്റാതെ, നീ ഇവിടെ ജിമ്മ് തുറക്കാൻ കാരണം ഷൗഷങ്ങല്ലേ, അവളെ കാണാൻ വേണ്ടിയില്ലടാ കൊച്ചുള്ള ഞങ്ങളുടെ കോളേജിന്റെ അടുത്ത് തന്നെ നീ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഞാനിവിടെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞോ, അല്ലാതെ എനിക്ക് ഷൗഷങ്ങിന് ഇഷ്ടമല്ലതുണ്ട്,
ഉണ്ടല്ല. എന്നിന് ഇവൻ പറഞ്ഞോടെ അവളും പുച്ചിക്കും ആ ഞാനിങ്ങ് വിശ്വസിച്ച് ഒന്ന് പോടെ ഇറക്കാം. എന്നിന് ഇവള് കളിയാക്കുമ്പോഴാണ് അവനും എന്നാലും ഡീലി ഞാൻ സ്കൂളിൽ തൊട്ട് ബോസിന്റെ പുറകെ നടക്കുമായിരുന്നു. എന്റെ ലൈഫിൽ കുറെ മാറ്റം വന്ന്. പക്ഷെ ഷൗഷിങ് ആണ് ഇപ്പോഴും ആ എൻകേത്തിനെ സ്നേഹിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് നഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ എന്നോട് നീ പറഞ്ഞ ആ എനിക്ക് ഞാൻ തമ്മിൽ എന്തോ വ്യത്യാസം? അവൻ എപ്പോഴും പിയാനോ ഇങ്ങനെ ടിങ് 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 എന്ന് വായിച്ചോണ്ടിരിക്കത്തേ ഉള്ളു. ഇത് എന്തോ കണ്ടിട്ട് അവൾ വീണു പോയ. എന്നിന് ഇവനും കളിയാക്കുമ്പോൾ അവൾ ഇത് കണ്ട് ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഓ മതി, നീ ഇപ്പൊ അപ്സെറ്റിലാന്ന് ഞാൻ അറിയാം. നിനക്ക് വേണ്ടി ഈ സുന്ദരായ പെൺകുട്ടി നിനക്ക് കുറച്ച് ഫുഡ് വാങ്ങിച്ചു തരാം, എന്താ പറയുന്നത്? എന്നിന് ഇവള് വിളിക്കുമ്പോഴാണ് അവനും ഓക്കെ എങ്കിൽ പിന്നെ ഈ സുന്ദരമായ പയ്യൻ ആ ഡീൽ നോക്കി അറിയുന്നു. എന്നിന് ഇവർ രണ്ടും കൂടെ അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ വണ്ടിയൊക്കെ കളഞ്ഞിട്ട് ഇവരുടെ ഒരു അടുത്ത വല്ല ബസ് വരുന്നെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. ഓ എനിക്ക് എന്റെ ഫോൺ ചത്തുപോയി, ഇനി ഇത് ഓണാവെന്ന് തോന്നുന്നില്ല. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓ ഇപ്പഴാണോ പോയ? എന്റെയൊക്കെ വന്നപ്പോഴേ ബാറ്ററി ഓഫ് ആയി പോയി. എന്നിന് അവർ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഷൗഷിങ് ഇത് കണ്ടിട്ട് ഓ പുല്ല്, ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്കൊരു സഹിക്കുന്നില്ല, ഇത്രയ്ക്കും ദുരന്തമാണോ ഇന്നത്തെ ദിവസം? എന്നിന് അവരുടെ അവിടെ നിന്ന് പോകും. അങ്ങനെ മഴ തീരുന്നവരെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടുത്തെ അമ്മൂമ്മയാണ് ഇവർ രണ്ടുപേരും കെയർ ചെയ്യും. ഓ മക്കളെ നിങ്ങൾക്കൊന്നും പനി പിടിക്കല്ലേ? എന്നിന് അവർ കഴിക്കാൻ വേണ്ടി ഫുഡും ചൂടുവെള്ളം കൊടുക്കുമ്പോഴാണ് ഷൗഷിങ് അവരോട് ചോദിക്കും അമ്മൂമ്മേ ഇവിടെ അടുത്തെല്ലാം ടാക്സി പിടിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ പെട്ടുപോയി. എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അമ്മൂമ്മയും എന്തുവാ ഈ ഫുഡൊന്ന് പോരെന്നോ? കുഴപ്പമില്ല, ഇനി ഞാൻ കൊണ്ടുവരാം, മോള് നാണിക്കാതെ അടിച്ചുവരി കഴിക്കി. എന്നിന് ഇവര് പറയുമ്പോഴാണ് അവളും എടാ എനിക്ക് ഇവർക്ക് ചെവി കേൾക്കത്തില്ലെന്നാ തോന്നുന്നത്, വേണേ നീ ഒന്നും കൂടെ ചോദിച്ചു നോക്ക്, ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് കേൾക്കാത്തയാണോ? എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും അമ്മൂമ്മേ ഞങ്ങൾ വഴി അറിയാതെ ഇവിടെ പെട്ടുപോയി, ഇവിടെ അടുത്തെല്ലാം ടാക്സിയോ ബസ്സോ ഉണ്ടെങ്കിൽ പോകാനുള്ള വഴി പറഞ്ഞുതരാം. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും ഓ മോനെ റൂമല്ലേ, ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം, നിങ്ങളെ പോലെ കപ്പിൾസിനൊക്കെ ഇവിടെ താമസിക്കുന്ന സ്ഥലമുണ്ട്, അമ്മൂമ്മ ആരാന്ന് വിചാരിച്ചത്? എന്നിന് അവര് പറയുമ്പോഴാണ് അവരുടെ കാണിച്ചിട്ട് അമ്മൂമ്മ ഞങ്ങൾ കല്യാണം ഒന്നും കഴിച്ചില്ല. എന്നിന് ഇവര് പറയുമ്പോഴാണ് അവരും കുഴപ്പമില്ല, പൈസയൊന്നുമില്ല, രണ്ടുപേരും കടന്നുറങ്ങിയിട്ട് വേണം പോവാൻ. എന്നിന് അന്ന് രാത്രി ഇവർ രണ്ടുപേരും കൂടെ സ്റ്റേ ചെയ്യും. അപ്പരാണ് എനിക്ക് റൂമിലേക്ക് വന്നിട്ട് ഷൗഷും ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്, നീ വേണേ ഇപ്പൊ പോയി കുളിച്ചോ അല്ലെങ്കിൽ പനി പിടിക്കും. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും എന്തോ ഞാൻ ആദ്യം കുളിക്കാനാ? കുഴപ്പമില്ല, നീ ആദ്യം കുളിച്ചോ, അതിനുശേഷം ഞാൻ കുളിച്ചോളാം. എന്നിന് ഇവൾ അവനെ പറഞ്ഞേക്കും. അതിനുശേഷം ഇവളും ബെഡിലേക്ക് ചെന്നിരുന്നിട്ട് ഷൗഷും എന്തിനായിട്ട് നിന്റെ സ്വപ്നമൊക്കെ ഇപ്പൊ ഇങ്ങനെ പോന്നെ? മര്യാദക്ക് നീ കൺട്രോൾ ചെയ്യ്, ഇനി ഓവറായിട്ടൊന്നും സ്വപ്നം കാണണ്ട. എന്നിന് ഇവളും കുറെ സമയമായിട്ട് ഇവിടെ നാണിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ അതിനുമ്പേ തന്നെ കുളിച്ചിട്ട് അവിടേക്ക് വരും. ഷൗഷും ഇനി നീ പോയി കുളിച്ചോ. എന്നിന് അവൻ ആ റൂമിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ ഗെറ്റപ്പ് കണ്ടതോടെ അവള് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഓ ഇതാര്, ഇവിടുത്തെ പ്രിൻസസോ? എനിക്ക് ഇതെന്തോ കോലം, ആരാടെ നീ എന്തിനാണ് ഇത് ധരിച്ചേക്കുന്നത്? ഇത് എനിക്ക് തന്നെയാണോ? എടാ ഇത് പെണ്ണുങ്ങളുടെ ഡ്രസ്സ് അല്ലേ, സത്യം പറഞ്ഞു നിനക്ക് അറിയാത്തോണ്ട് നീ ഇട്ടയാണ്. എന്നിന് അവൾ അവനിട്ട് കളിയാക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് മതിയോ നീ ചിരിച്ച് അവസാനിച്ചോ, ഇനി നീ പോയി കുളിച്ചോ. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഞാൻ ചിരിക്കുമല്ല, ഞാൻ നിന്നെ ഓർത്ത് സന്തോഷപ്പെട്ട, ഇനി നിനക്ക് ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമല്ലോ. എന്നിന് അവള് കളിയാക്കുമ്പോഴാണ് അവൻ അതൊന്നും മനസ്സിലാവാതെ അവൾക്ക് താങ്ക്സ് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അമ്മൂമ്മയും അവൾക്ക് ധരിക്കാൻ വേണ്ടി ഡ്രസ്സ് കൊണ്ടുവരും. ഇതോടെ എനിക്ക് മൊത്തം ചിരിക്കാൻ തുടങ്ങും. താങ്ക് യു അമ്മൂമ്മേ, കറക്റ്റ് സമയത്ത് എന്റെ മാനം വന്ന് സംരക്ഷിച്ചു. എന്നിന് അവൻ ആ ഡ്രസ്സ് എടുത്തിട്ട് ഷൗഷും എന്റെ ഡ്രസ്സെങ്കിലും കുഴപ്പമില്ല, നിനക്ക് കിട്ടിയ ഡ്രസ്സ് ഉണ്ടോ, ഇത് ഫാഷൻ ഷോയിൽ ട്രെൻഡ് ആയിരിക്കും, എന്നാ കുളിച്ചിട്ട് ധരിച്ചോ. എന്നിന് അവൻ കൊടുക്കുമ്പോഴാണ് അവളും ചമ്മി പോയിട്ട് ഇല്ല ഞാൻ ഇനിയിപ്പോ കുളിക്കുന്നില്ല, ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടോളാം. എന്നിന് അവള് ധരിച്ചോണ്ട് ഇവ രണ്ടുപേരും ഒരേ ബെഡിൽ കിടന്നുറങ്ങും. അപ്പോഴാണ് ഷൗഷിങ് മൊത്തം നാണിച്ചോയിരിക്കും, ആദ്യമായിട്ട് ഒരു പയ്യന്റെ കൂടെ ഒരേ ബെഡിൽ കിടക്കുവാന്ന് പറഞ്ഞ്. അതേപോലെ ആയിരിക്കും അവന്റെ അവസ്ഥയും. അതുകൊണ്ട് രണ്ടുപേരും കിടന്നുറങ്ങാതെ കണ്ണും തുറന്നിരിക്കുമ്പോഴാണ് രണ്ടുപേരും കൂടെ ലൈറ്റ് ഓഫ് ചെയ്ത് കാണത്തില്ല. അപ്പോഴാണ് ഷൗഷിങ് മനസ്സിലായിരിക്കും ഇനിയിപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയാലും ഇവൻ വല്ലതും തെറ്റിരിക്കോ, എന്റെ ചിന്ത വല്ലതും വേറെയാന്ന്, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടന്നുറങ്ങാം. എന്നിന് അവളും വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അമ്മൂമ്മയും വന്നിട്ട് ഇവരുടെ ഒരു കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് അമ്മൂമ്മ വരുമ്പം ഇവരുടെ ഉറങ്ങിയത് ഒരു ആക്ഷൻ കാണിക്കുമായിരുന്നു. അതോടെ അവര് പോയതോടെ ഇവരുടെ കണ്ണുറക്കുമ്പോഴാണ് ഷൗഷുങ് സമ്മാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടി ഇവൻ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നുറങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് അവള് സന്തോഷപ്പെടുന്നത്. അങ്ങനെ രാത്രി കുറെ സമയമായിട്ട് എനിക്ക് സമ്മാനത്തിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഷൗഷുങ്ങിനാണ് വയറിളക്കം സ്റ്റാർട്ട് ചെയ്യും. അതോടെ അവളും നൈസിന് പുറത്തോലും ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവള് പതിയെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് എനിക്കും കണ്ടോണ്ടിരിക്കും. അതിനുശേഷം ഇവളും ഇവിടെങ്ങും ബാത്റൂം ഇല്ലാത്തോണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ രാത്രി കാട്ടിലേക്കൂടെ ഇവള് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് വരുന്ന ശബ്ദം കേട്ട് ഇവളും ചെറുതായിട്ട് പേടിച്ചു പോകും. അങ്ങനെ അതെല്ലാം കൺട്രോൾ ചെയ്ത് ഇവളും വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് അവിടേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് എനിക്ക് കണ്ടോടെ അവള് മൊത്തം ഷോക്കായി പോകും. ദൈവമേ ഇത് നീ ആയിരുന്നോ, നീ എന്ത് ഇപ്പൊ ഇവിടെ ചെയ്യുന്ന? എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഓ ഞാൻ നിന്നെ കാത്ത് ഇവിടെ നിൽക്കുമായിരുന്നു, നീ കാട്ടിക്കൂടെ എങ്ങോട്ടേക്ക് പോയതാ? എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഞാൻ ബാത്റൂമിൽ പോയി. എന്നിന് ഇവളും പറയുമ്പോഴാണ് ദൂരെ പട്ടിയുടെ സൗണ്ട് കേൾക്കും. ഇതോടെ എനിക്കേം പിടിച്ചിട്ട് അയ്യോ ഷൗഷുങ് ഇപ്പോലെ ശബ്ദം കേട്ടായിരുന്നു നിനക്ക്?
ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും പേടിച്ചോ എന്തോടെ നിന്നെ ശബ്ദം കേട്ട, എനിക്കൊന്നും കേട്ടില്ലല്ലോ. ഏതിന് ഇവള് പേടിക്കുമ്പോഴാണ് അവനും അല്ല എന്തോ ഒരു ശബ്ദം കേട്ട്, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ. ഏതിന് അവൻ പേടിക്കുന്നുണ്ട്, ഇവൾ അവന്റെ കൈ പിടിക്കും. ശരിയെന്നാ ഞാൻ നിന്നെ സുരക്ഷയായിട്ട് നോക്കിക്കോളാം, നീ പേടിക്കണ്ട. ഏതിന് ഇവരുടെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് കുറെ മിന്നാമിനിങ് ഇങ്ങനെ വരും. ഇതോടെ അവരുടെ സന്തോഷത്തിൽ അത് പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എനിക്ക് അവളെയും വിളിച്ചോണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടെ കുറെ മിന്നാമിനിങ് ആണ്. അതോടെ ശൗശങ് അത് പിടിക്കാൻ നോക്കുമ്പോൾ അവളെ കൊണ്ട് അത് ഒക്കത്തില്ല. ഇതൊക്കെ അവനും കണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ മുടിയുടെ അവിടെ തന്നെ ഒരു മിന്നാമിനിങ് വന്നിരിക്കും. ഇത് കണ്ട് അവളിങ്ങനെ പതി അടുത്തേക്ക് വരും. എടാ എനിക്ക് നീ അനങ്ങി പോവല്ലേ, അനങ്ങിയാ ഞാൻ നിന്നെ കൊല്ലും. ഏതിന് ഇവളെ അടുത്തേക്ക് വന്ന് അത് പിടിക്കാൻ നോക്കുമ്പോൾ അതിനു മുമ്പേ തന്നെ അത് പറഞ്ഞു. അതിനുശേഷം അവളെ സന്തോഷത്തിൽ അതൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഇവൻ ഇവിടെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. ഒരു പക്ഷെ ആ പട്ടിക്കുട്ടി ഫ്രണ്ടിലേക്ക് വന്ന് ഇവരുടെ കാറ് ചീത്തയായില്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഒന്നും അവൻ അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ മനസ്സിൽ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഇവരും തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെല്ലും. അങ്ങനെ ഇന്നലെ മഴയത് നനഞ്ഞുകൊണ്ട് ശൗശിങ്ങിന് പനി പിടിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരും ഗുളിക കഴിക്കാൻ വേണ്ടി അവൾ എഴുന്നേറ്റ് വരാൻ പറയും. അപ്പോഴാണ് അവളും അയ്യോ ഇന്നിനി ക്ലാസ് ഉണ്ട്, ഈ ക്ലാസ് വെച്ച് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്കിപ്പൊ തന്നെ പോകണം. എന്നിട്ട് അവള് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കൂട്ടുകാരും ആദ്യം നീ ഗുളിക കഴിക്കടി, എന്നിട്ട് അവളെ ഫോഴ്സ് ചെയ്ത് ആ മരുന്നെല്ലാം കഴിപ്പിക്കും. അതിനുശേഷം അവളും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് മേക്കപ്പ് ഇല്ലാതെ പോയ മിക്കവാറും എനിക്കൊക്കെ ഇത് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ് അവളും പനിയാന്ന് പുറത്തൊന്നും അറിയിക്കാത്ത രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കും. അപ്പോഴാണ് വേറൊരുത്തിനും ക്ലാസ്സിൽ പോകുന്ന വേഗത്തിൽ പെട്ടെന്ന് ശൗശിങ്ങിനെ ഇടിച്ചിടും. അതേസമയം അവന്റെ ബാഗ് ഇവളുടെ മുടിക്കകത്ത് കൊടുക്കുമ്പോഴാണ് എടാ പരമനാറി എന്റെ മുടിയെന്ന് വിറ നീ. എന്നിട്ട് ഇവളത് എടുക്കാൻ നോക്കുമ്പോൾ അവന് നൈസിന് എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പോകാൻ നോക്കും. ഓക്കെ എനിക്ക് അർജന്റായിട്ട് ഇപ്പൊ ക്ലാസ്സിൽ പോകണം, പക്ഷെ നിന്റെ മുടി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നീ എനിക്ക് സഹായം ചെയ്യാ, എന്റെ കൂടെ നീ ക്ലാസ്സിലേക്ക് വാ. എന്നിട്ട് അവന് പാവം നമ്മുടെ ശൗശിങ്ങിനെ ഫോഴ്സ് ചെയ്ത് അവന്റെ ക്ലാസ്സിലേക്ക് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇവൻ വേറെ ആരുമല്ല, അന്ന് നമ്മുടെ എനിക്ക് സീക്രട്ട് ആയിട്ട് ഫോട്ടോ എടുത്തവനാ. അങ്ങനെ അവൻ ഇവിടുത്തെ ഫോട്ടോഗ്രാഫറായിട്ടാ പഠിക്കുന്നത്. അപ്പോഴാണ് ഇവൾ ഇവിടുന്ന് അവന്റെ ബാഗിൽ നിന്ന് മുടിയെടുക്കുമ്പം സാറ് ദൂരെ നിന്ന് അതെല്ലാം തെറ്റിരിച്ചാണ്. ഡാടാ ക്ലാസ് വെച്ച് എന്തുവാണ് നിങ്ങളൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നത്, ഇവിടെ ഞാനൊരു മരത്തിനെ പോലെ നിൽക്കുന്നതിനെ കാണാൻ വയ്യ. എന്നിനെ സാർ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് അവനങ്ങത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോഴാണ് ഇവളും കഷ്ടപ്പെട്ട് അവളുടെ മുടി എടുത്തിട്ട് സാറിനെ നോക്കി ചിരിക്കും. സോറി സാർ എന്റെ മുടി ഒന്ന് കുടുങ്ങിപ്പോയി, പക്ഷെ ഇതെന്റെ ക്ലാസ് അല്ല. എന്നിന് അവളും എല്ലാവരുടെ ഫ്രണ്ട് നാണം കിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവും. അപ്പോഴാണ് ഇവളും പോകുന്ന വഴിക്ക് അവളുടെ ID കാർഡ് മറന്നു വെച്ചിട്ട് അങ്ങ് പോവും. അങ്ങനെ ഇത് കണ്ട് അവനെടുത്ത് പോക്കറ്റ് വയ്ക്കും. അതേസമയം ഇവിടെ ശൗശിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ടീച്ചർ അറ്റൻഡൻസ് ഒക്കെ എടുക്കുമ്പോൾ ഷോയിഫൻ ഇന്ന് വന്നില്ലേം ചെയ്യിക്കും. പക്ഷെ അവൾ അവിടെ പ്രശ്നമായതുകൊണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആകും. അതുകൊണ്ട് ടീച്ചർ അവൾക്ക് ആബ്സെന്റ് ഇട്ടിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റുഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു പ്രോജക്റ്റ് തരാൻ പോവാ, അതിന് നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തോ, മാക്സിമം ഒരു ഗ്രൂപ്പിനകത്ത് 4 പേരെ കാണാവുള്ളൂ. ഏതിന് ടീച്ചർ എല്ലാവരും ഗ്രൂപ്പ് ആകാൻ പറയുമ്പോഴാണ് എനിക്കും ഇവളെന്താ വരാത്തെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട്സ് 3 പേരും കൂടെ എനിക്ക് ഉണ്ടെങ്കിൽ പ്രോജക്ട് സക്സസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് 4 പേർക്ക് ടീമാകാന്ന് പറഞ്ഞ് അവന്മാരൊരു പ്ലാൻ ചെയ്യും. അപ്പോഴാണ് അതേസമയം ശൗശ്യം കുറച്ച് താമസിച്ച് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇത് കണ്ട് ടീച്ചറും ബെസ്റ്റ് ഇപ്പോഴാണ് മോളെ ക്ലാസ്സിന് വരുന്നത്, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് സമയമായി, അതും എന്റെ ആദ്യത്തെ ദിവസം തന്നെ നീ താമസിച്ചു വരിക. ഇനി ഒരു വിഷയം നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നീ ഇതിന് അത്രയും വില കൊടുക്കുന്നില്ല. ഏതിനെ ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവളും അല്ല മിസ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, എനിക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഏതിന് അവൾ പറയുമ്പോഴാണ് ടീച്ചറും എങ്കിൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ മോളെ ഞാൻ ഇവർക്കൊക്കെ ഒരു പ്രോജക്റ്റ് കൊടുത്ത് ഇപ്പൊ എല്ലാരും ഗ്രൂപ്പായി കാണും, ഇനി നീ ഏത് ഗ്രൂപ്പിലാ പോയി ചേരാൻ പോന്നെ. ഏതിനെ ടീച്ചറും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കും കൈവെക്കും. ടീച്ചറെ ഞാനിവിടെ ഒറ്റയ്ക്ക് ചുമ്മാ ഇരിക്കുക, ഞാൻ അവളും കൂടെ ടീം ആയിക്കോളാം. ഏതിന് അവനും പറഞ്ഞ ഉടനെ ശൗശിങ്ങിന് സന്തോഷമാകും. അതിനെ അവൾ ഓടിച്ചെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. പക്ഷെ ഇവൻ അവളുടെ ടീമായതോടെ മറ്റേമാര് 3 പേരും കൂടെ പണി വാളിപ്പോയെന്ന് പറഞ്ഞ് ഷോക്കായിരിക്കും. അപ്പോഴാണ് എനിക്ക് അവളോട് ശൗശുങ് നിനക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനോട് താല്പര്യമുണ്ടോ, ഈ ക്ലാസ് ഒക്കെ നീ അറ്റൻഡ് ചെയ്ത. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഒരു താല്പര്യമുണ്ട്, അതാ ഞാൻ ഈ ക്ലാസ് ചൂസ് ചെയ്തത്. എന്നിന് അവൾ അവനോട് പച്ചക്കള്ളം പറയും. കാരണം ഇവന് താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ ക്ലാസ് വെച്ചെങ്കിലും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ ഈ സബ്ജക്ട് ചൂസ് ചെയ്തത്. അതിനുശേഷം ടീച്ചറും ക്ലാസ് എടുക്കുമ്പോൾ ഇവൾ ആ സമയത്തൊക്കെ അവനെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. കാരണം അതിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് ടീച്ചർ അവിടെ എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഇവള് പുറത്ത് വെച്ച് മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ അറിയാതെ ലിപ്സ്റ്റിക് ഒക്കെ ഇവളുടെ ഫേസ് മൊത്തമായി കാണും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഇവളുടെ ചുണ്ടിന്റെ അടുത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവളതങ്ങ് തുടച്ചു കളയും. എന്നിട്ട് ഇവരും ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി അവരുടെ ID കാർഡൊക്കെ തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ശൗശുങ്ങും അവളുടെ ID കാർഡ് ആ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് അവളുടെ ഇത് കാണത്തില്ല. അപ്പോഴാണ് അവളും എനിക്ക് എന്റെ ID കാർഡ് കളഞ്ഞോ എന്നാ തോന്നുന്നത്, നിന്റെ ID കാർഡ് യൂസ് ചെയ്ത് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ പറ്റുമോ. എന്നിട്ട് അവൾ അവന്റെ സഹായത്തോടെ ക്യാൻറ്റീനിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവളും കുറെ തുമ്മുന്ന കണ്ടിട്ട് അവനെ മനസ്സിലായി അവൾക്ക് പനി പിടിച്ചിരിക്കുവാന്ന്. ശൗശുങ് നീ ടിഷ്യൂ പേപ്പർ വെച്ചോ, നിനക്കിത് യൂസ് ആവും. എന്നിട്ട് അവൻ അവളെ കെയർ ചെയ്യുമ്പോൾ ഇവൾക്ക് ചെറുതായിട്ട് ഷൈ ആയിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം ഇവര് ഫുഡ് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് അവളും പെട്ടെന്ന് ഓർഡർ ഒക്കെ പറയാൻ തുടങ്ങും. പിന്നെ ചേച്ചി എനിക്ക് 2 ചിക്കൻ 1 ഫിഷ് പിന്നെ ഉള്ളതെല്ലാം കൂടി ഇതിനെ തട്ടിയേര്. ഏതിന് ഇവള് പറയുമ്പോഴാണ് എനിക്കും ശൗശുങ് നീ എന്തിനാ അതൊക്കെ ഓർഡർ ചെയ്യുന്നത്, നിനക്ക് പനിയല്ല ചേച്ചി, നിങ്ങൾ വെജിറ്റബിൾ
വെജിറ്റബിൾസ് മാത്രം ഇട്ടാൽ മതി, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മതി കേട്ടോ. എന്നിട്ട് ഇവനും പറയുമ്പം ഇത് കേട്ട് അവർക്കൊന്നും മനസ്സിലാവാതെ മക്കളെ ഞാനിപ്പോൾ ആര് പറയുന്ന ഫുഡ് എടുക്കണ്ടേ എന്നിന് അവർ ചോദിക്കും. അപ്പനാണ് അവനും ഞാൻ പറഞ്ഞ ഫുഡ് മാത്രം എടുത്താന്ന് പറഞ്ഞിട്ട് ഇവൾക്കത് വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം അവളും അപ്പുറത്തുള്ളവന്മാരൊക്കെ ചിക്കൻ അടിച്ചവരായിരിക്കുന്നുണ്ട്, ഇവള് കൊതി ഇട്ടോണ്ടിരിക്കും. ജസ്റ്റ് ഒരു ചിക്കനല്ലേ ഞാൻ ചോദിച്ചോളൂ, അത് കഴിച്ചെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകത്തില്ലല്ലോ. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ശൗശും നിന്റെ പനി മാറട്ട്, ഞാൻ നിനക്ക് കുറെ ഫുഡ് വാങ്ങിച്ചു തരാം, നിനക്ക് ആവശ്യത്തിന് നീ കഴിച്ചോ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവൾ ആശ്വാസപ്പെടുന്നത്. അതിനുശേഷം അവനും സൂപ്പ് മാത്രം കഴിക്കുന്നിട്ട് ഇവൻ എന്താ ചിക്കനൊന്നും കഴിക്കാത്തതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് കഴിഞ്ഞ് പിയാനോ ക്ലാസ് ഉള്ളതുകൊണ്ട് ലൈറ്റ് ആയിട്ട് കഴിക്കുന്നുള്ളെന്ന് പറയും. അതുമല്ലാതെ ഇടയ്ക്കൊക്കെ അവന് ഷുഗർ പറയുന്നുണ്ട് മിഠായും കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈ കാര്യമൊക്കെ അവളോട് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ഓ അപ്പൊ അത് കാരണമല്ലേ ആ മിഠായി പെട്ടിയും കൈവച്ചോണ്ട് എപ്പോഴും മിഠായി എടുത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിന് ഇവള് പറയുമ്പോഴാണ് അവന് ചിരി വരുന്നത്. കാരണം സത്യത്തിൽ അവന്റെ ആ മിഠായി പെട്ടി ഉള്ളത് ഇവളുടെ ഓർമ്മയായിട്ടാ. അങ്ങനെ അതൊന്നും അവൻ പുറത്തറിയാതെ അവൻ മനസ്സിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ശൗഷുങ്ങും ജാവലിൻ ത്രോയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരും. എടി ഡിങ് ഡിങ്, നീ സത്യത്തിൽ എന്നെയാണോ ഫോട്ടോ എടുത്തോണ്ടിരുന്നത് അല്ല അവിടുത്തെ പയ്യന്മാരെയാണോ? ഇതിനകത്ത് എന്റെ ഫോട്ടോ ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഏതിന്റെ ഇവള് ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരിയും ഓ നിന്നെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് അവിടുത്തെ ഹാൻഡ്സമായ പയ്യന്മാരെ എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ശൗശുങ്ങും ഓ നിനക്ക് വേറെ പയ്യന്മാരൊന്നും കിട്ടിയില്ല, നീ നോക്കുന്ന പയ്യനൊക്കെ ഇതിനുമ്പേ ലൈനുണ്ട്, നീ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് കൂട്ടുകാരി ഷോക്കായിട്ട് എങ്കിൽ പിന്നെ വേറൊരു പയ്യനെ നോക്കാന്ന് പറഞ്ഞ് അവൾ ക്യാമറ അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ശൗശുങ്ങും അവൾക്ക് അഡ്വൈസ് ചെയ്യും. എടി ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് വല്ല ലൈൻ സെറ്റ് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആരും നോക്കണ്ട, എനിക്ക് പോലെ പുറത്ത് നീ നോക്ക്. കാരണം ഇവന്മാരൊക്കെ ചുമ്മാ എക്സസൈസ് ചെയ്ത് വിയർത്തൊഴിച്ച് നടക്കത്തേ ഉള്ളു, ഗേൾസിനോട് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. കാരണം ഞങ്ങൾക്ക് സ്പോർട്സ് ആണ് ആദ്യം ഫസ്റ്റ് ലവ്. അതുകൊണ്ട് നീ എനിക്ക് പോലെ ഇങ്ങനെ മ്യൂസിക് വായിച്ച് നടക്കുന്നവന്മാരെ റൊമാൻസ് ചെയ്യാൻ നോക്ക്, അവർക്കായിരിക്കും നിനക്ക് ചേരുന്നത് എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് കൂട്ടുകാരിയും അയ്യേ നിനക്ക് നാണല്ലേ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ താഴ്ത്തി പറയാൻ, നീ ഒരു സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ടല്ലേടി എൻ കെ സ്നേഹിക്കുന്നത്, അപ്പൊ നിനക്ക് ലവ് വരുമ്പം അവന്മാർക്കൊന്നും വരത്തില്ല. എൻ കെക്ക് വേണ്ടി സ്വന്തം ഡിപ്പാർട്ട്മെന്റ് താഴ്ത്തുന്നതിനെ കുറിച്ച് നീ അവസാനമായിട്ട് എന്താണ് പറയാൻ വരുന്നത്? ഏതെന്നെ കൂട്ടുകാരി ചോദിക്കുമ്പോഴാണ് അവളും ഞാൻ എത്ര ആലോചിച്ച് നോക്കിയാലും ഞാൻ എൻ കെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നിട്ട് ഇവള് പറഞ്ഞവിടെ കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങും. ഓ എൻ കെ ആയിട്ട് ലൈൻ കുറെ സെറ്റ് ആയെന്നാ തോന്നുന്നത്, ഇപ്പൊ എവിടം വരെയായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ, രണ്ടുപേരും കൈകോർത്ത് നടക്കാൻ തുടങ്ങിയ? ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവളും കൈകോർത്തൊന്നും നടക്കാൻ തുടങ്ങിയില്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പ്രോജക്റ്റ് ഒരേ ടീമായി. നീ ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആണെന്ന് അറിഞ്ഞ് ക്യാമറ പിടിച്ചൊന്ന് നടന്നോ, നിനക്ക് വല്ലതും ജോലി സെറ്റായോ പാർട്ട് ടൈം ആയിട്ട്? ഏതിനെ ശൗഷുങ് അവളോട് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവള് ശൗഷുവിന്റെ ഫേസ് കണ്ടിട്ട് അതൊക്കെ ഇരിക്കട്ടെ നീ സൺസ്ക്രീൻ ഒന്നും തേച്ചില്ല, നിന്റെ ഫേസ് ഡള്ളായിട്ടിരിക്കുന്നത്, വെയിറ്റ് ചെയ്യ് ഞാൻ നിനക്ക് അപ്ലൈ ചെയ്തുതരാം. ഏതിന് ഇവളും പറയുമ്പം അവള് സന്തോഷത്തിൽ എന്റെ കൂട്ടുകാരുള്ളപ്പോ എന്തിനാ പേടിക്കുന്നതെന്ന് പറഞ്ഞ് അവള് കണ്ണടച്ചിങ്ങനെ ഇരിക്കും. അപ്പനാണ് ഇവള് നൈസിനകത്ത് ഫോട്ടോ എടുത്തിട്ട് ഇനി ഈ ഫോട്ടോയും കൊണ്ട് നിന്നെ കളിയാക്കാടി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം അവളും അവളെടുത്ത ഫോട്ടോസൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഡാർക്ക് റൂമിലേക്ക് പോകും. പക്ഷെ അവിടെ നിന്ന് കയറാൻ ആർക്കും അലൗഡ് അല്ല. ഇവള് നൈസിന് സീക്രട്ട് ആയിട്ട് ആ റൂമിലേക്ക് കയറുമ്പോഴാണ് അവിടെ ആരോ ഒരാള് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അതിങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കും. ഇതൊക്കെ അവൾ എടുത്തു നോക്കിയിട്ട് ഇത്രയും കിടലായിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളുടെ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് പ്രിന്റ് എടുത്തിട്ട് പോകാന്ന് അറിഞ്ഞ് നിൽക്കുമ്പോഴാണ് അറിയാതെ അവളെ ക്യാമറ ഊരുമ്പോ തന്നെ ആ ലെൻസ് വന്ന് ഇവളുടെ കണ്ണി അടിക്കും. അതോടെ അവള് വേദന സഹിക്കാൻ പറ്റാതെ ആദ്യം ചെന്ന് മോൻ കഴിയണമെന്ന് പറഞ്ഞ് അവള് വെള്ളം തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മറ്റേ ഫോട്ടോ എടുത്ത പയ്യനും വരും. ഇവന്റെ പേര് യൂഷെ. അതിനുശേഷം അവൻ ഇവളെ കണ്ടിട്ട് ഇവളെന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേന്ന് പറഞ്ഞ് അവൻ ആദ്യം അവളെ ഫേസ് വാഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അവളുടെ കണ്ണിലേക്ക് ഐ ഡ്രോപ്സ് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നതെന്ന് പറയും. അതുകൊണ്ട് അവളും കണ്ണുറന്ന് ഇവൻ ആരാന്ന് നോക്കാൻ പറ്റത്തില്ല. അതിനുശേഷം അവന് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് ഓമിലാണ് പെട്ടെന്നൊന്ന് ഓർത്തിട്ട് അവളോട് ദേഷ്യപ്പെടും. അത് പിന്നെ നിന്നെ ആരും ഇപ്പൊ ഈ റൂമിലേക്ക് കയറാൻ പറഞ്ഞ, ഇവിടെ ആർക്കും അലോഡല്ല, ഞാൻ തന്നെ നൈസിന് കയറിയെന്ന്. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവളും കണ്ണോർന്ന് നോക്കുന്നത്. അതുകൊണ്ട് അവൾക്കും ഇവളെ സഹായിച്ചതാരാന്ന് മനസ്സിലാവത്തില്ല. അങ്ങനെ അതിനുശേഷം ശൗഷുങ്ങും എൻ കെ ആയിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ കൂട്ടുകാരെ വിളിച്ച് ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് ആ സ്ഥലത്ത് വെച്ച് സഹായിച്ചത് ആരാന്ന് പറഞ്ഞ് അവള് കുറെ ഇങ്ങനെ ആലോചിച്ചോട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതേസമയം ശൗഷുങ് ആണ് നൈസിന് എൻ കെ അറിയാതെ വായി നോക്കിക്കൊണ്ട് അവൾ കുറെ ഇങ്ങനെ നാണിച്ചോണ്ടിരിക്കും. അപ്പനാണ് കൂട്ടുകാർ വേറെ ചിന്തയിലാന്ന് അറിഞ്ഞ ഉടനെ നീ ആരെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നിനെ ശൗഷുങ് അവളോട് ചോദിക്കും. ഇതോടെ അവൾ ഇവിടെ ഷോക്കായിട്ട് അവൾ ഇവിടുന്ന് പറഞ്ഞിടാൻ നോക്കും. എടി നീ എൻ കെ കാണാനില്ല ഒന്നേ, പോയി നിന്റെ പണി നോക്ക്, ഞാൻ ഇവിടുന്ന് പഠിക്കാൻ പോവാ എന്നിന് അവള് ശൗഷിനെ പറഞ്ഞയക്കും. അതിനുശേഷം അവള് എൻ കെയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവൻ ഇവളെ കണ്ട് സന്തോഷപ്പെട്ടിട്ട് അടുത്തേക്കൊന്ന് ഇരിക്കാൻ പറയും. പിന്നെ എൻ കെ നീ അന്ന് ഡ്രൈവിംഗ് ക്ലാസ് വെച്ച് എനിക്ക് കുറെ സ്നാക്സ് വാങ്ങിച്ചു തന്നില്ലേ, അതിനുവരെ ഈ മിഠായി വെച്ചോ ഏതിന് അവൾ അവന് കൊടുക്കുമ്പം അവൻ അത് കഴിച്ചിട്ട് താങ്ക്സ് പറയും. അതിനുശേഷം ഇവർ രണ്ടുപേരും പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ശൗഷുങ് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രോജക്റ്റിന് നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് നല്ലോണം അറിയണം. അതുകൊണ്ട് കുറെ ക്ലാസിക്കൽ മ്യൂസിക്കുള്ള സിനിമയൊക്കെ ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കണം. ഏതിന് അവന് പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഓ ചെറുക്കൻ ഏതാണ്ടൊക്കെ
പറഞ്ഞോണ്ട് തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെ മനസ്സിലാവുന്നത് ഇവന്റെ ഹാൻസമായ ഫേസ് മാത്രം. ഇവൻ എന്ത് വേണമെങ്കിലും സംസാരിച്ചോട്ടെ, നമ്മൾ വെറുതെ ഇങ്ങനെ വായി നോക്കി നിൽക്കാം. ഇതിനേക്കാളും സന്തോഷം വേറെ എന്താ ഉള്ള. എന്നിട്ട് അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം എൻകെയുടെ കൂട്ടുകാരൻ അവനെ കണ്ട് പതിയെ ഇങ്ങനെ അടുത്തേക്ക് വരാൻ നോക്കും. അപ്പനാണ് ഇത് ഷൗഷന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് ഈ ശല്യം തന്നെ അവരെ ശല്യപ്പെടുത്താൻ പോന്നെന്ന് പറഞ്ഞ് അവള് നൈസിന് അവനെ ഡൈവേർട്ട് ചെയ്യും. എടാ ഞാൻ നിനക്ക് സ്നാക്സ് വാങ്ങിച്ചു തരാം, നീ എൻകെയുടെ കൂട്ടുകാരനല്ലേ, പൈസ നീ ഇട്ടാ മതി. ഏതിന് അവൾ അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പനാണ് അതേസമയം കുറെ നേരമായിട്ട് അവൻ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് അവളോട് ചോദിക്കും, എങ്കിൽ പിന്നെ നീ ഈ പ്രോജക്റ്റിനെ കുറിച്ച് എന്തോ തീരുമാനിച്ചേക്കുന്നത്, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഏതിന് ഇവനും പെട്ടെന്ന് ചോദിച്ചോടെ അവള് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരും. എന്തോ ഓക്കെ, നീ പറഞ്ഞെല്ലാം ശരിയാ, നമുക്ക് നിന്റെ പ്ലാൻ അനുസരിച്ച് പോവാം. എന്നിന് ഇവളൊന്നും കേൾക്കാതെ അവന്റെ പ്ലാൻ നോക്കി പറയും. അപ്പനാണ് അവന് സന്തോഷത്തി ശരിയെന്നാ, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു ക്ലാസിക്കൽ സിനിമ കാണാൻ പോവാം. എന്നിന് അവളെ വിളിച്ചോണ്ട് തിയേറ്ററിലേക്ക് പോകും. അതോടെ അവൾ സന്തോഷത്തി എനിക്കായിട്ട് സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ പഠിത്തത്തിലും ഇത്ര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എങ്കിൽ പിന്നെ എനിക്ക് ഇതേപോലെ ഡെയിലി പഠിക്കണം. എന്നിന് അവള് തനിയെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് എനിക്കും സിനിമയുടെ ടിക്കറ്റ് ആയിട്ട് വരും. അപ്പോഴാണ് അവൾ ആ ടിക്കറ്റ് കണ്ടിട്ട്, എനിക്ക് ഈ പിയാനിസ്റ്റ് സിനിമ നീ കണ്ടല്ലേ, നിനക്കിത് വീണ്ടും കാണണം. എന്നിന് അവൾ ചോദിക്കുമ്പം അവന് ഷോക്കായി നോക്കും. അവൻ കണ്ട സിനിമ എങ്ങനെ ഇവൾക്കറിയാന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവളും പെട്ടെന്ന് ടോപ്പിക് ആറ്റും, അല്ല ഈ പിയാനയെ കുറിച്ച് നിനക്ക് നല്ല ഇൻട്രസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഈ സിനിമയൊക്കെ നീ കണ്ടാണെന്ന് ഞാൻ വിചാരിച്ച. ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും, ആ ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്നും കൂടെ കണ്ടെന്ന് പറഞ്ഞ് ബോറടിക്കത്തില്ലല്ലോ. ഏതിന് അവൻ അവളെ വിളിച്ചോണ്ട് സിനിമ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, ഇവൻ ഈ സിനിമ കണ്ട കാര്യം എങ്ങനെ അവൾ അറിഞ്ഞെന്ന് പറഞ്ഞ്. അങ്ങനെ സ്കൂൾ സമയത്ത് അവനെ കാണാൻ വേണ്ടി ഒരു കൂട്ടുകാരി അവിടേക്ക് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ അവിടേക്ക് വരുന്ന ഷൗഷും കാണുമ്പോഴാണ് അവൾക്കാണ് എനിക്ക് ആ പെങ്കോച്ചിനോട് സംസാരിക്കുന്നുണ്ട് കട്ടയ്ക്ക് ജലസാവും. അതോടെ അവരവിടുന്ന് പോയതിനു ശേഷം ഇവളും കൂട്ടുകാരായിട്ട് ഒരു സിനിമയ്ക്ക് വന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് വരും. പക്ഷെ അവളുടെ കൂട്ടുകാരിയാണ് കുറച്ച് അത്യാവശ്യമായിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവൾ ഒറ്റയ്ക്ക് സിനിമ കാണാൻ വേണ്ടി പറയും. ഇതോടെ ഷൗഷിങ്ങും ദേഷ്യത്തി എന്നെയാണോ നീ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് സിനിമ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് എനിക്ക് മറ്റേ ബെങ്കോച്ചായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇത് കണ്ടതോടെ അവള് സന്തോഷപ്പെടും. സിനിമ കാണാൻ ബോറടിക്കുവാണ് എനിക്ക് വായി നോക്കി നിൽക്കാന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവൾ അറിയുന്നത് ഇവളുടെ കൂട്ടുകാർ ബുക്ക് ചെയ്ത സിനിമ എനിക്ക് കാണാൻ പോകുന്ന സിനിമയല്ല, വേറെ സിനിമയാണ്. അതോടെ അവൾ വീണ്ടും ബോറടിച്ച് അവളുടെ സിനിമ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവളിപ്പോ സന്തോഷത്തി അന്ന് മിസ് ചെയ്ത ആ സിനിമ ഇപ്പൊ എനിക്കോടോട് ഒരുമിച്ചാണെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ എനിക്കാണ് അതിനേക്കാളും സന്തോഷത്തിലാണ്. കാരണം ഷൗഷിങ് ഇവനോട് സ്നേഹം കാണിക്കുന്ന പോലെ തന്നെ ഇവൻ അവളോട് ഇഷ്ടമുണ്ട്. പക്ഷെ അത് അവ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. അവൾ ജാവലിൻ ത്രോയൊക്കെ അവിടെ നിന്ന് മാച്ച് കളിച്ചോണ്ടിരിക്കുമ്പം ഇവന് നൈസിന് ദൂരേക്ക് നിന്നൊക്കെ അവളെ വായി നോക്കി കാണും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവൻ അവളുടെ കൂടെ ഒരുമിച്ച് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൾ അവന് കഴിക്കാൻ വേണ്ടി പോപ്കോൺ എടുത്ത് കൊടുക്കുമ്പോഴാണ് അറിയാതെ ഇവർ തമ്മിൽ കൈ കൂട്ടിമുട്ടുമ്പം രണ്ടുപേരും കൂടെ ഷൈ ആകും. അപ്പോഴാണ് ഷൗഷുങ്ങും അറിയാതെ എന്തിനാ പറ്റുന്നതെന്ന് അറിഞ്ഞ് അവള് നൈസിന് പതിയെ പതിയെ അവന്റെ കൈ ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് അവൻ അതിനേക്കാൾ ഷൈ ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് അങ്ങ് ഷോക്കാവും ഇവൾ ടച്ച് ചെയ്ത ഉടനെ. അപ്പൊ അവൻ അവളോട് ചോദിക്കും, നിനക്ക് പോപ്കോൺ ആണോ, അതിനാണോ വിളിച്ചത്? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോൾ താങ്ക്സ് പറഞ്ഞിട്ട് അവൾ വീണ്ടും ഷൈ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ആ സിനിമയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് അവന് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അവളോട് പുറത്തിറങ്ങാൻ വേണ്ടി അവൻ ചെയ്യുന്ന പ്ലാനാണ് ഇതൊക്കെ. അപ്പോഴാണ് അതേസമയം ഇവൻ അവളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന പോലെ തന്നെ മറ്റേ യൂഷയും ഷൗഷയുടെ ID കാർഡ് നോക്കിക്കൊണ്ട് അവളെ ഓർത്ത് അവന് സ്മൈൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. ഇനിയിപ്പോ നമുക്ക് എനിക്ക് കുറച്ച് ചോദ്യം ചെയ്യാം. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോ തന്നെ ഒരു വല്ലാത്ത പണിയായിപ്പോയി. ഇപ്പോഴെങ്കിലും അളിയെ മിണ്ടുന്നോ നമുക്ക് നോക്കാം. പുന്നാര മോനെ, നിനക്ക് ലൈസൻസ് ഉണ്ടായിരുന്നല്ലേ, പിന്നെന്തിനാ നീ ഷൗഷിനെ വിളിച്ചോണ്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയ? ഇതൊക്കെ നിന്റെ സെറ്റപ്പാണോ? അത് പെട്ടെന്ന് ഒരാൾ വന്ന് രണ്ടുപേരും ഒരുമിച്ച് ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേരുവാണ്, ഒരാളുടെ പൈസ വാങ്ങിക്കത്തുള്ളെന്ന് പറഞ്ഞ്. അത് ചീപ്പല്ലേ, അതുകൊണ്ടാ ഞാൻ അവൾക്ക് കൂട്ടിന് ആ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേർന്ന്. ഓ സമ്മതിച്ച്, നിനക്ക് വേറെ ചിന്തയൊന്നുമില്ല, നീ നല്ല ഭയം തന്നെ. എങ്കിൽ പിന്നെ അവളെയും വിളിച്ചോണ്ട് നീ എന്തിനാ സിനിമ കാണാൻ പോയ? നിനക്ക് പ്രോജക്റ്റ് അല്ലേ തന്നെ, അല്ലാതെ അവളെയും വിളിച്ചോണ്ട് പുറത്ത് കറങ്ങാനൊന്നും പറഞ്ഞില്ലല്ലേ സ്കൂളിൽ നിന്ന്. ഈ തലാട്ടിയ പോരെ മോനെ, ഉത്തരം വരണം. അങ്ങനെയാണ് നിങ്ങൾ ഏത് രീതിയിലാണോ അതൊക്കെ കാണുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിച്ചോ, എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ യൂഷയാണ് നമുക്ക് കാണിക്കുന്നത്. അങ്ങനെ അവന് സ്വന്തമായിട്ട് ഒരു ചെറിയ സ്റ്റുഡിയോ വെച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇവൻ ഐസിനെ വളച്ചിട്ട് അവരായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആൾ ഇവനൊരു പ്ലേ ബോയാ, അതുകൊണ്ട് വരുന്ന ഒരു പെങ്കൊച്ചിനും അവൻ വെറുതെ വിടത്തില്ല. പോരാതെ അവിടെ വരുന്ന മിക്ക പെമ്പിള്ളാരും ഇവനെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ അതേസമയം ഈ കാര്യം ഒന്നറിയാതെ ഷൗഷുങ്ങിന്റെ കൂട്ടുകാരിയും അവനെ തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം അന്ന് ലാബിൽ വെച്ച് സഹായിച്ച ഒരുത്തൻ ആരാന്ന് ഇവൾക്ക് അറിഞ്ഞു കാണത്തില്ല. അതുകൊണ്ട് ഇവൾക്കും ആ വ്യക്തിയെ കാണണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഇവൾ പറഞ്ഞ കഥയെ
പറയുക കേട്ടിട്ട് ഷൗഷുങ് അവളെ കളിയാക്കും. കുറെ കാലത്തിന് ശേഷം ഇപ്പോഴും ഒരു പയ്യന്റെ പുറകെ പോന്നേന്ന്. അതോടെ കൂട്ടുകാരി നാണിച്ചിട്ട് അവള് പെട്ടെന്ന് വിഷയം മാറ്റാൻ തുടങ്ങും. ജസ്റ്റ് അവനെ കണ്ട് താങ്ക്സ് പറയാൻ വേണ്ടി തപ്പുവെന്ന് പറഞ്ഞ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഷൗഷുങ് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് അവളും ആ പയ്യനെ കണ്ടുപിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അതിന് പകരം ഇതായിരിക്കും നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിക്ക് ഒരു പയ്യനെ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആമ്പിള്ളാരുടെ ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവൾക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഷൗഷുങ്, ഞാൻ നിന്നോട് പറഞ്ഞൊന്നും പോരാ, നീ നിന്റെ ബ്രോക്കർ പണി അങ്ങ് തുടങ്ങി. മര്യാദയ്ക്ക് എന്നെ ഒന്ന് വെറുതെ ഇടാവോ? ആ പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നിന് ഇവളും പറയുമ്പോഴാണ് ഷൗഷുങ് അതൊന്ന് മൈൻഡ് ചെയ്യാതെ ആ പയ്യനെ കണ്ടുപിടിക്കുന്നവരെ ഇവള് വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരി അവളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, എടി ഷൗഷുങ്, നീ എന്റെ കാര്യത്തിൽ കുറെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, നിന്റെ കാര്യം നീ മറന്നുപോയോ? ഇപ്പൊ നിനക്കും എനിക്കും ഒരുമിച്ച് നടക്കുന്ന ക്ലാസ് ഉണ്ട്, നീ അതിന് പോകുന്നില്ല? ഏതിനെ കൂട്ടുകാരി പറഞ്ഞോടെ അവൾക്ക് പെട്ടെന്ന് ആ കാര്യം കത്തിയിട്ട് അവിടെ നിന്നങ്ങ് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് അവള് ആ പയ്യനെ തീർച്ചയായും കണ്ടെത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവളും ക്ലാസ്സിന് ധൃതിയായിട്ട് ഓടി ചെല്ലുമ്പോഴാണ് ഇവളുടെ ഡ്രസ്സ് വീണ്ടും ഒരു സ്ഥലത്ത് നിന്നിങ്ങനെ കുടുങ്ങും. അതോടെ നൂല് മൊത്തത്തിൽ ഊരി പോകുമ്പോഴാണ് അതേസമയം ഈ നൂലെല്ലാം കളക്ട് ചെയ്തോണ്ട് യൂഷി അവിടെയൊക്കെ നിൽക്കും. പക്ഷെ അവൾക്കാണ് ഒരു തവണ മാത്രം അവനെ കണ്ടതുകൊണ്ട് വലിയ ഓർമ്മയൊന്നും കാണത്തില്ല. പക്ഷെ ഇവള് നല്ല ഓർമ്മയുണ്ട്, കാരണം ഷൗഷുങ്ങിന്റെ ID കാർഡ് അവന്റെ കയ്യിലുള്ള. അതിനുശേഷം അവളും ഇവനിങ്ങനെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട് ബാഗ് പോലും നല്ല രീതിയിൽ പൊക്കിയിടാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കും. കാരണം ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ പോലും ഇവളുടെ ഡ്രസ്സ് അങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും അവന്റെ ഷർട്ടൂരി അവൾക്ക് കൊടുത്തിട്ട് അത് അവന് പിന്നെ തിരിച്ചെന്നാ മതി എന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും പിന്നെ എപ്പോഴാ തിരിച്ചറിഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് അവനും നമ്മൾ തമ്മിൽ ഇനി കുറെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവളാണ് എവിടെ വെച്ചാണ് ഇവന് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺഫ്യൂസോടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് എനിക്കും ഇവൾ ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടിട്ട് ഇത് ആരുടെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവനും കുറച്ച് ജലസാവാൻ തുടങ്ങും. അതിനുശേഷം ടീച്ചറും ക്ലാസ് എടുക്കുമ്പോഴാണ് അവൾ പുസ്തകം കൊണ്ടെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ ബുക്ക് എടുത്ത് അവൾക്ക് ഷെയർ ചെയ്യും. അതിനുശേഷം ടീച്ചറും ഇന്നലെ പറഞ്ഞ പോലെ ടെസ്റ്റ് പേപ്പർ നടത്താൻ പോകുമെന്ന് പറയുമ്പോഴാണ് ഇവളാണ് മൊത്തം ഷോക്കായിരിക്കും, ഏത് ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞ്. അങ്ങനെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവൾ ഒന്നും അറിയാതിരിക്കുന്നിട്ട് എനിക്കായിരിക്കും അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതോടെ അവൾ സന്തോഷത്തിൽ അവനെ കൊണ്ട് കോപ്പി അടിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവളും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരി അടുത്തേക്ക് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഓപ്പോസിറ്റ് ആ യൂഷയെ കണ്ട ഉടനെ മറ്റേ കൊച്ചും അവൻ ഈ കോളേജ് ഇപ്പൊ പോപ്പുലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതേട് ഷൗഷുങ്ങും പോപ്പുലർ ആയിട്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് അവള് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവളെ കണ്ട് അവൻ അടുത്തേക്കൊന്ന് നിൽക്കും. അതിനുശേഷം അവനും കളഞ്ഞുപോയി അവളുടെ ID കാർഡ് എടുത്തു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് ഇവൻ കാരണമല്ലേ അവളുടെ മുടി മൊത്തം ചീത്തയായതെന്ന്. അതിനുശേഷം അവളും ID കാർഡ് തിരിച്ചതിന് അവന് താങ്ക്സ് പറയുമ്പോഴാണ് അവനാണ് താങ്ക്സ് പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് ക്യാൻറ്റീനിലേക്ക് ചെല്ലും. അങ്ങനെ അവളുടെ പൈസക്ക് ഇവന് ഫുഡ് അടിച്ചു വരെ കഴിച്ചോണ്ടിരിക്കുമ്പം അവിടുത്തെ പിള്ളേരെല്ലാരും കൂടെ ഇവനെ ആയിരിക്കും വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഷൗഷിങ്ങിന് നാണക്കേട് സഹിക്കാൻ പറ്റാതെ എല്ലാരും നമ്മളെ നോക്കുമ്പോ എങ്ങനെയാടാ സമാധാനത്തിൽ കഴിക്കാൻ പറ്റുന്നതെന്ന് അവനോട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനിത് കേട്ടിട്ട് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഫേമസ് ആയിപ്പോയി, അതുകൊണ്ട് എല്ലാരും നമ്മളെ നോക്കുക എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ചുമ്മാതെല്ലാം നിന്നെ നോക്കുന്ന, നിന്റെ ഫേസിനകത്ത് ചോറ് ഇരിപ്പുണ്ട്, അത് കണ്ടിട്ട് എല്ലാരും ചിരിക്കുമായിരിക്കും എന്നിന് ഇവൾ അവനാക്കുമ്പോഴാണ് അവന് ചോറ് എവിടാന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് NK നടന്നു വരുമ്പം ഇവൾ അവന്റെ ഫേസിനകത്ത് ചോറൊക്കെ തട്ടിക്കളയുന്നുണ്ട്. ഇവർ തമ്മിൽ സെറ്റ് ആകുമെന്ന് പറഞ്ഞ് അവൻ ഫുൾ ദേഷ്യത്തിലാവും. അതിനുശേഷം അവന് ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ റൂംമേറ്റ് ഒരുത്തനും ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവന്മാരുടെ ഫോണൊക്കെ എടുത്ത് ആദ്യം തന്നെ ടിക്കറ്റ് വാങ്ങിക്കാൻ പറയും. അങ്ങനെ ഇവന്മാരെല്ലാം കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവസാനം വരെ ഇവന്മാർക്ക് ആർക്കും ആ ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതോടെ ആ കൂട്ടുകാരന് ദേഷ്യത്തി ഇവന് കിട്ടാനുള്ള ടിക്കറ്റൊക്കെ വേറെ കുറെ പേർ തട്ടിക്കൊണ്ടുപോയെന്ന് ദേഷ്യപ്പെടുമ്പോഴാണ് എനിക്കൊക്കെയായിരിക്കും ഈ ഡയലോഗ് കൂടുതൽ കൊള്ളുന്നത്. അതോടെ അവന് കട്ടക്കലിപ്പി എന്റെ ഷൗഷുങ്ങിനെ മറ്റോ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവൻ ഇതിനോർത്ത് ദേഷ്യത്തിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം കൂട്ടുകാരി ഷൗഷുങ്ങിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളാണ് കുറച്ചു സമയം പഠിച്ചിട്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞ് അവള് പഠിക്കുന്നതങ്ങ് നിർത്തും. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരിയും എടി ഷൗഷുങ്, നീ ഇപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളു, ഇനി നിനക്ക് അധിക സമയമൊന്നുമില്ല, നമ്മുടെ ഇംഗ്ലീഷ് എക്സാം വരാൻ പോവാ, അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചോ എന്നിനെ കൂട്ടുകാരി അഡ്വൈസ് ചെയ്യുമ്പോഴാണ് അവളും പെട്ടെന്ന് പഠിക്കാൻ എനിക്കല്ല മനസ്സിലാവണ്ടേ, നീ ഇരുന്ന് പഠിച്ചോ, എനിക്കിവിടെ ഫുള്ളും ഡിസ്റ്റർബൻസാ എന്നിന് അവൾ പറയുമ്പോഴാണ് കൂട്ടുകാരി അടുത്തേക്ക് വന്നിട്ട് ഡിസ്റ്റർബൻസോ, നീ അല്ലേടി ഈ സ്ഥലം ചൂസ് ചെയ്താ എന്നിന് ഇവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം എനിക്ക് ഷൗഷിന് മെസ്സേജ് അയച്ച് അവളെ ലൈബ്രറി പഠിക്കാൻ വേണ്ടി വിളിക്കും. അതോടെ അവൾ സന്തോഷത്തിൽ ഇപ്പൊ പഠിക്കാൻ മൂടായെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ കാണാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം അവളും ഇംഗ്ലീഷ് പഠിക്കുന്നത് അവൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് പഠിക്കാതെ NK തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ചിരിച്ചിട്ട് ഇവളെ പഠിപ്പിക്കാൻ അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇരിക്കും. അതോടെ ഷൗഷിങ്ങാണ് ഇവൻ പഠിപ്പിക്കുന്നൊന്നും കേൾക്കാതെ പഴയതുപോലെ തന്നെ അവനിങ്ങനെ വായി നോക്കി നിന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവനൊരു പോയം പറഞ്ഞു കൊടുത്തിട്ട് ഈ പോയത്തിനെ കുറിച്ച് അവൾക്കൊല്ലം അറിയാവും ചോദിക്കും. അപ്പോഴാണ് അവളുടെ സ്വപ്നം മൊത്തത്തിൽ പോയിട്ട് എന്തുവാ ഈ പോയത്തിനെ കുറിച്ചോ, ഇല്ല എനിക്കറിയത്തില്ല എന്നിന് അവളും പറഞ്ഞ ഉടനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവന് സൈലന്റ് ആകും. അതിനുശേഷം എനിക്ക് റൂമിലേക്ക് ചെന്നിട്ട് അവൻ ഇന്ന് തന്നെ ഷൗഷിനെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇവന് മുമ്പേ മറ്റേ യൂഷ്വലും പ്രൊപ്പോസ് ചെയ്ത്
ചെയ്താൽ പിന്നെ അവന്റെ ചാൻസ് മൊത്തത്തിൽ പോയി. അതുകൊണ്ട് ഇവന് നേരത്തെ തന്നെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുത്തിരുന്ന് അവന്റെ കൂട്ടുകാരനും ഒരു സിനിമ കണ്ട് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൻ അടുത്തേക്ക് ചെന്നിട്ട് ഏത് സിനിമ കണ്ടാണ് ഇത്രയും കരുന്നെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് ലവ് ലെറ്റർ എന്ന് പറഞ്ഞ സിനിമയിലെ റൊമാൻസ് ഉണ്ട് അവൻ കരയാന്ന് പറയും. അതോടെ എനിക്ക് മനസ്സിലാക്കും ഇവൾക്ക് മെസ്സേജ് അയക്കുന്ന പകരം ഒരു ചെറിയ പേപ്പറിനകത്ത് ലവ് ലെറ്റർ ചെയ്താന്ന്. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം അവൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകം കൊണ്ടുപോയിട്ട് അവൻ അതിനകത്ത് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കും. അതുകൊണ്ട് അവൻ ആ പഠിക്കാൻ വേണ്ടി അവൾക്ക് ആ ബുക്ക് എടുത്തിട്ട് നല്ല വ്യക്തമായിട്ട് ആ ബുക്കിനകത്തുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ പറയുമ്പോഴാണ് അവളാണ് പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കും പറയുന്നതെന്ന് പറഞ്ഞ് അവളത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷെ ഇവനാണ് അവളിപ്പോ പ്രൊപ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഇനി അവളെ ലെറ്റർ വായിച്ചാൽ മതി ഇവർ തമ്മിൽ സെറ്റ് ആവാൻ. പക്ഷെ ഇവിടെ ശൗഷ്യങ്ങാണ് തിരിച്ച് റൂമിലേക്ക് ചെന്നിട്ട് എനിക്ക് തന്ന ബുക്കായതുകൊണ്ട് ഇത് തുറന്നു പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ സുരക്ഷയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവൾ ആ ബുക്ക് തുറന്നാൽ മാത്രമേ അവൻ പ്രൊപ്പോസ് ചെയ്ത കാര്യമൊക്കെ അറിയത്തുള്ളൂ. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരിയും ഇതേപോലെ ഒരു ബുക്ക് അവളുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷൗഷ്യങ്ങിനെ ടാക്കുമ്പോഴാണ് ഷൗഷ്യങ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതേപോലെ എത്ര ബുക്ക് ഉണ്ടെങ്കിലും എനിക്ക് തന്ന ബുക്ക് പോലെ ആകത്തില്ലെന്ന് പറഞ്ഞ് അവൾ അതിനെ കുറെ കൊഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് കൂട്ടുകാർ സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ വെറുതെ കുത്തിയിരിക്കുമ്പോഴാണ് ഷൗഷ്യങ് ആ ബുക്ക് എടുത്ത് സേഫാക്കി വെച്ചിട്ട് കൂട്ടുകാരോട് വന്ന് മറ്റേ ബുക്ക് പഠിക്കാൻ തരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും പഠിക്കാനല്ലേ എനിക്ക് ആ ബുക്ക് തന്നെന്ന് പറയുമ്പോഴാണ് ഇവളും തിരിഞ്ഞ് എനിക്ക് തന്ന ബുക്ക് നോക്കിയിട്ട് അത് അവൻ തന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആയതുകൊണ്ട് അതിനുള്ളിൽ ഒരു സ്ക്രാച്ച് പോലും വീഴാതെ ഇവൾ നോക്കിക്കോളും എന്ന് പറയും. അതുകൊണ്ട് ആ ബുക്കിന് പകരം കൂട്ടുകാരുടെ ബുക്ക് നോക്കിയായിരിക്കും പഠിക്കുന്നത്. അതേസമയം ഈ കാര്യം ഒന്നും അറിയാതെ എനിക്ക് ഇവിടെ നിന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും പ്രൊപ്പോസ് ചെയ്തിട്ട് അടുത്ത് എന്ത് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ്. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം അവന് ഷൗഷ്യങ്ങിനെ കാണാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ കൂട്ടുകാരുടെ ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും അവൾ ആ ബുക്ക് തുറന്ന് ലവ് ലെറ്റർ വായിച്ചാണെന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ സന്തോഷിച്ച് ചോദിക്കും, ശൗഷ്യങ് നീ ആ ബുക്ക് തുറന്ന് വായിച്ചു നോക്കിയായിരുന്നു? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ മനസ്സിലായിരിക്കും ഇനിയിപ്പോൾ ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പോവാന്ന്. അതുകൊണ്ട് അവൾ കുറച്ച് ടെൻഷനായിട്ട് ആ ബുക്കിനകത്തുള്ള എല്ലാം അവൾ പഠിച്ചെന്ന് പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി ഇവൾ ലവ് ലെറ്റർ വായിച്ചാണെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചോദിക്കും. എങ്കിൽ പിന്നെ ആ ബുക്കിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് ഇതിന്റെ അഭിപ്രായം എന്തോ? എന്നിട്ട് ഇവൾക്ക് ഇവന് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്ക് അതൊന്നും മനസ്സിലാവാതെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും, ദൈവമേ ആ ബുക്കിനകത്തകത്ത് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, നീ അതിനകത്ത് ഇക്വേഷൻ ചെയ്ത് വെച്ചിട്ട് എന്നോട് അവൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എനിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇവളും പേടിച്ചോണ്ട് അവനോട് പറയും എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല. എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ അവനും പെട്ടെന്ന് ഷോക്കാവും, അതെന്തുവാ നിനക്കപ്പോ അതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയാനില്ല? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ അവനോട് സോറി പറയും, സോറി എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയാനില്ല, സോറി, ഞാൻ ഇനി മേലെ ഇതുപോലും ചെയ്യത്തില്ല, പ്ലീസ് ഈ തവണ മാത്രമേ ക്ഷമിച്ചേക്ക്. എന്നിട്ട് ഇവൾ ആൻസർ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനാണ് മൊത്തം തകർന്നു പോയിട്ട് അപ്പൊ ഇവൾക്ക് അവനോട് ക്രഷ് ഇല്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ പാവം നമ്മുടെ പയ്യനും അവൾ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഇവിടെ തകർന്നുമായിരിക്കും. അതേസമയം ഇവൻ എനിമിയായിട്ട് വിചാരിക്കുന്ന ആ യൂഷയും അടുത്ത് തന്നെ കാണും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ജിമ്മിൽ ശൗഷങ്ങും അവിടെ ഉള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കും, എടാ ഗേൾസിനെ വീഴ്ത്താൻ നിങ്ങളൊന്നും കഷ്ടപ്പെടണ്ട, ആദ്യം നമ്മളെ സെറ്റ് ആക്കണം, എന്നിട്ട് വേണം നീയൊക്കെ പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ, അതിന് ആദ്യം ബോഡി ഫിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം എനിക്ക് അവിടേക്ക് നടന്നു വരും. അപ്പോഴാണ് ഇത് കണ്ട് ശൗഷങ്ങും ഇവൻ എന്തിനാ ഇവിടേക്ക് വരുന്നെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവന് ജിമ്മിൽ ചേരാൻ പോവാന്ന് പറഞ്ഞ് ഷൗഷങ്ങിനോട് ചെന്ന് പറയും. അതോടെ നമ്മളെല്ലാവരും ഷോക്കായിരിക്കും, അവൾ റിജക്ട് ചെയ്തോണ്ടായിരിക്കും ഇവൻ ജിമ്മിലേക്ക് വരാൻ തുടങ്ങിയെന്ന്. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവൾക്ക് വേറെ എല്ലാവരും ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിയാ അവൻ ഇവിടേക്ക് വന്ന്. അതുകൊണ്ട് അവന് നൈസിന് വർക്കൗട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ഇവനോട് സംശയം ചോദിക്കും, പിന്നെ ശൗഷുങ് നീ ഷോയിഫനും കൂടെ കുറെ വർഷമായിട്ട് ഫ്രണ്ട്സ് അല്ലേ, അവൾക്കറിയാവുന്ന വേറെ വല്ലതും ഫ്രണ്ട്സ് ഉണ്ടോ? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, ഓ എന്റെ ബോസിനെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്, എന്റെ ബോസിന് 150 ബ്രോസ് ഉണ്ട്, അതിലൊരാളാ ഞാൻ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവനും, എന്തുവാ 150 ബ്രോസ് ഉണ്ടോ? അപ്പോ അവൾക്കറിയാവുന്ന 150 പയ്യന്മാരുണ്ടെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, അങ്ങനല്ല, 150 ചുമ്മാ ഒരു കണക്കിന് പറഞ്ഞ, കുറച്ച് കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, കാരണം സ്കൂളിൽ ഞങ്ങളുടെ ബോസ് മാസല്ലായിരുന്നു, നിന്നെയൊക്കെ സഹായിച്ച് നീ മറന്നോയോ? പിന്നെ ബോസ് എന്നോട് മാത്രമേ ഉള്ളൂ കുറെ ക്ലോസ് ആയ, ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ കാണുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളു. എന്നിട്ട് ഇവനും പറഞ്ഞോടെ എനിക്ക് ആശ്വാസപ്പെട്ടിട്ട്, അപ്പൊ നീ മാത്രമേ ഉള്ളൂ അവളായിട്ട് ക്ലോസ് ആയിട്ടുള്ള, പക്ഷെ നീ അവളുടെ ഫ്രണ്ട് അല്ലേ, ശരി എന്നാ എങ്കിൽ പിന്നെ ഞാൻ
ജിമ്മ് നിർത്തുക എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോയതോടെ ഇവിടെ ഷൗഷും മൊത്തത്തിൽ ചമ്മിപ്പോവും. അതിനുശേഷം ഇപ്പൊ കോളേജ് ഇവർക്ക് എക്സാം നടത്തുമ്പോഴാണ് ഷൗഷുങ്ങും പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവളും ജയിക്കുവോ തോക്കുവോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് എക്സാം കഴിഞ്ഞോണ്ട് രാത്രി പുറത്തേക്ക് പോയി അടിച്ചു വിളിക്കാന്ന് പറയും. ഇത് കേട്ട് അവളും വരുന്നില്ലെന്ന് പറയാൻ വരുമ്പോഴാണ് അവൾ എൻകെയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അതോടെ ഷൗഷ്യം പെട്ടെന്ന് എൻകെ ഉണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ പോകാൻ തീരുമാനം എടുക്കും. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാം പുറത്തുപോയി പാട്ടുപാടി എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൗഷ്യം കാണാൻ എൻകെ എവിടെന്ന് പറഞ്ഞ് അവനെ തപ്പിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് ഞാൻ ചോദിക്കും, എടാ എനിക്ക് എന്ത് ഇതുവരെ വരാത്ത, നിങ്ങൾ അവനെ വിളിച്ചില്ലായിരുന്നു എന്ന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും അവൻ റൂമിൽ നിന്ന് അവന്റെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുക, അവൻ താമസം മാറാൻ പോവാന്ന് എന്നിന് ഇവനും പറഞ്ഞോടെ ഇത് കേട്ട് ഇവള് ഷോക്കാവും. അതിനുശേഷം അവള് എനിക്കില്ലാത്തോണ്ട് ഇവരോടൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അപ്പനാണ് അതേസമയം ഇവരുടെ കോളേജ് പഠിക്കുന്ന സീനിയറും വന്നിട്ട് നമ്മുടെ ഷൗഷിനെ വളച്ചിടാൻ നോക്കും. പക്ഷെ അവളാണ് താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവൻ ഫോഴ്സ് ചെയ്ത് അവളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന യൂസ് ചെയ്യും ഇവിടെ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് മറ്റവനെതിർ സംസാരിക്കും. കാരണം ഇവനും ഇവളുടെ സീനിയറാ. അതോടെ അവന് യൂഷയെ കണ്ട ഉടനെ ഇവന്റെ ലൈനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ നൈസിന് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവളും അവനെന്താ ഇപ്പൊ പിറുവിർത്തോണ്ടേ പോയാൻ ചോദിക്കുമ്പോഴാണ് യൂഷ അതൊന്ന് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളെയും വിളിച്ചോണ്ട് പാർട്ടി ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവൾ അകത്തേക്ക് കയറുമ്പം ഇപ്പൊ അവിടെ എനിക്ക് കാണും. കാരണം ഇവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് അവൻ അകത്തേക്ക് കയറിപ്പോയി. അതോടെ ഇവൾ സന്ദേശത്തിൽ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവനാണ് ഇവരുടെ ഒരുമിച്ചെന്ന് കണ്ട് വീണ്ടും അവൾ റിജക്ട് ചെയ്തേക്ക് ആലോചിച്ച് നോക്കും. ഇവൻ കാരണമായിരിക്കും അവളെ ലൈബ്രറിയിൽ വെച്ച് ഇവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. പക്ഷെ സത്യത്തിൽ ഇവൻ പ്രപ്പോസ് ചെയ്ത പോലെ അവൾ അറിയത്തില്ല. അതറിയാതെ പാവം അവനും കുറെ ആലോചിച്ച് നോക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം അവളും എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് പാട്ടാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് അവൻ ഇവള് പറയുന്ന ഒന്നും കേൾക്കാതെ അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തകർന്നു പോയിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് യൂഷയും ഷൗഷുങ്ങിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ ഏത് പാട്ടാണെന്ന് അവളോട് ചോദിച്ചോണ്ടിരിക്കും. അതോടെ ഇവരുടെ വീണ്ടും സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് വെറുതെ ജലസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന് പാട്ട് ചൂസ് ചെയ്യുമ്പം ഷൗഷിങ് ഇടുന്നത് ഒരു പിയാനോയുടെ മ്യൂസിക് ആയിരിക്കും. കാരണം എനിക്കൊക്കെ അത് ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ ആ പാട്ടാ സെലക്ട് ചെയ്തത്. അപ്പോഴാണ് ഇത് കണ്ട് ഇവെല്ലാം ഷോക്കാകുമ്പം ഈ മ്യൂസിക് എന്തിനാ ഇട്ടേന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഷോക്കായിരിക്കും. അതിനുശേഷം ഇവൾ ഓടിച്ചെന്ന് അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഈ പാട്ട് കേൾക്കാൻ കിടില്ല എന്ന് പറയുമ്പോഴാണ് അവ രണ്ടുപേരും കൂടെ ഈ പാട്ടിന് ഒറ്റയ്ക്ക് വൈബ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനുമുമ്പ് നമുക്കൊരാളെ ഇന്റർവ്യൂ ചെയ്യാം. എടാ ഷൗഷുങ്, നിനക്കും നമ്മുടെ ഷോയിഫാൻ ഇഷ്ടമല്ലേ? അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് ഓഫ് കോഴ്സ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അവളുടെ പുറകെ പോകുന്നില്ല. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അവളെ മാത്രമല്ല എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രേവതിയും അപ്പുറത്തെ ക്ലാസ്സിലെ ഗോമതിയും ഇങ്ങനെ കുറെ പേര് ഞാൻ വായി നോക്കാറുണ്ട്. അതിലൊന്നായിരുന്നു എന്റെ ഷൗഷുങ്ങും. പക്ഷെ ഇവരൊക്കെ ഞാൻ മാത്രമേ നോക്കുന്നുള്ളൂ, അവരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മേലെ ആവർത്തിക്കല്. ഡേ ക്യാമറമാൻ, ഇനി ചോദ്യം ഒന്നും ചോദിക്കേണ്ട, വച്ചിട്ടോ.